ശിച്ചവനായ ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. പിതാവേ, ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൽ ഇന്ന് കൂടി വന്നിരിക്കുന്ന ഓരോ വ്യക്തി എൻ്റെ പിതാവായ യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രവചിക്കുന്നു. ഞങ്ങളുടെ മേൽ ഹല്ലേലൂയ ഞങ്ങളുടെ പിതാവിന്റെ അനുഗ്രഹം വന്ന് ഭവിക്കും. ഇന്ന് കൂടി വന്നിരിക്കുന്ന എന്റെ ശബ്ദം കേൾക്കുന്ന ഓരോ വ്യക്തിയെ ഞാൻ അനുഗ്രഹിച്ച് പ്രവചിക്കുന്നു. എന്റെ പിതാവായ യേശു ക്രിസ്തുവിന്റെ സംരക്ഷണം ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കും. അവിടുത്തെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ വ്യാപരിക്കും. സ്വർഗീയ സൈന്യം ഞങ്ങൾക്ക് കാവൽ നിൽക്കും. ഞങ്ങൾ തൊടുന്നതും ഏറ്റെടുക്കുന്ന സകല കാര്യങ്ങളും പിതാവ് ഞങ്ങൾക്ക് വിജയം കൽപ്പിച്ചിരിക്കുന്നു. പിതാവെ, ഓരോ ദിവസവും ഞങ്ങളെ അവിടുത്തെ വചനത്തെ ശക്തിപ്പെടുത്തുവാൻ അവിടുത്തെ അഭിഷിക്തനിലൂടെ അവിടെ ഞങ്ങളോട് സംസാരിക്കുന്നുവല്ലോ. അദ്ദേഹത്തിന്റെ ഓരോ വാക്കിനും ഞങ്ങൾ ആമേൻ പറയുന്നു. പിതാവെ, അദ്ദേഹം പറയുന്ന ഓരോ വാക്കും അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അനുഗ്രഹമായിരിക്കുന്നുവല്ലോ. അദ്ദേഹത്തിലൂടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിലൂടെ ഞങ്ങളെ അവിടുന്ന് നയിക്കുന്നതിനോട് നന്ദി പറയുന്നത്. അദ്ദേഹത്തിന്റെ ശുശ്രൂഷയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും എന്റെ പിതാവായ യേശു ക്രിസ്തു നാമത്തിൽ അനുഗ്രഹിച്ച് പ്രവചിക്കുന്ന പിതാവെ, അദ്ദേഹം ലോകമെങ്ങും പോയി അവർ സുവിശേഷ സാക്ഷികളായി മാറും. ഞങ്ങളും കൂടെ ലോകമെങ്ങും പോയി സുവിശേഷ സാക്ഷികളായി മാറും. പിതാവിന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കും. പിതാവെ, അതിൽ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുന്ന പിതാവെ, അങ്ങയുടെ ഹിതപ്രകാരം ഞങ്ങൾ അതിന്റെ മുന്നോട്ട് നയിക്കുവാൻ മുന്നോട്ട് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിക്കുവാൻ തക്കണം അവിടെ ഇടയാക്കുന്നതിനോട് നന്ദി പറഞ്ഞു. സ്വർഗം തുറന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനോട് നന്ദി പറഞ്ഞു. സകലതും യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. നന്ദി കർത്താവ്. എന്ന് പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വൻ കൃപയ്ക്കായി നന്ദി പറയുന്നു. ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി സ്തുതിക്കുന്നു. നമുക്ക് വേഗത്തിൽ ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വലിയ കൃപകളാൽ സഹായിക്കുന്നല്ലോ. വൻ കാര്യങ്ങളെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്യുന്നല്ലോ. എൻ്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റുപറഞ്ഞാട്ടെ. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ ഞാൻ ഇനി പാപിയല്ല, ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം മനുഷ്യനല്ല, ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിന്റെ മേൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിന് ദുരാത്മാക്കൾക്കോ എൻ്റെ മേൽ അവകാശമില്ല. ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിൻ്റെ പ്രവർത്തികളെ വർണ്ണിക്കും. ജാതികൾ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യ എൻ്റെ പ്രജയം അറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെ പറയും, ഇത് യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടി മെതിക്കുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തില്ല. ഭൂലോകത്തിനറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിക്കാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിന്റെ ശ്രേഷ്ഠകരമായ അഭിഷേകത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അത്ഭുതത്തിന്റെ സമയമാണ്. തുടർമാനമായി നമ്മൾ കർത്താവിന്റെ വചനം ധ്യാനിച്ചു വരും. നമ്മൾ ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന ഏത് വചനമാണെന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? നമ്മൾ കൊരിന്ഥോസ് അല്ലെങ്കിൽ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ് ഈ ദിവസങ്ങളിൽ ധ്യാനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ലേഖനങ്ങളിൽ ഒന്നാണ് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം. കൃപയാൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ വീണ്ടും വീണ്ടും വചനങ്ങൾ കേൾക്കണം. നിങ്ങൾ ആ വചനങ്ങൾ കൊരിന്ത്യർക്ക് എഴുതിയ അധ്യായങ്ങൾ വായിക്കണം. അതിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കും. അത് മാത്രമല്ല, പ്രാർത്ഥനയോടെ തന്നെ ആയിരിക്കണം. കർത്താവെ എന്നോട് സംസാരിക്കണമേ, പരിശുദ്ധാത്മാവെ എന്നോട് സംസാരിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയും കർത്താവിന്റെ സന്നിധിയിൽ എരിവുള്ളവരായി തന്നെ നിങ്ങൾ തീരട്ടെ. ആമേൻ. വേഗത്തിൽ നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ വചനചിന്തയിലേക്ക് പോകാം. ഇന്നലെ എടുത്ത വചനഭാഗം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അതിന്റെ ബാക്കി ഭാഗത്തിലേക്ക് പോകാൻ വേണ്ടിയാണ്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? യോഹന്നാന്റെ സുവിശേഷം 17:10. ഇല്ല, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ ബാക്കി ഭാഗമായിരുന്നു. 10:17 അതിന്റെ ബാക്കി ഭാഗം. എവിടെ തുടങ്ങിയ നമ്മള്? സകല വചനത്താലും സകല പരിജ്ഞാനത്തിനും സമ്പന്നനായി തീരണം. ആമേൻ. നമ്മൾ കൂട്ടായ്മയിൽ നിന്നാണ്. ശരിയാ, സിസ്റ്റർ പറഞ്ഞ ശരിയാണ്. 10-ാം അധ്യായത്തിന്റെ അകത്ത് എന്റേതെല്ലാം നിന്റേതും ആകുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പൊ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് ക്രിസ്തുവിന്റെ വചനത്തിൽ നിങ്ങൾ പൂർണ്ണ സമ്പന്നരായി മാറിയിരിക്കുന്നു. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ കർത്താവിന്റെ വചനത്തിൽ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. സിസ്റ്ററെ ട്രാൻസ്ലേറ്റ് ചെയ്ത സിസ്റ്റർ റെഡിയാണോ? പുഷ്പ സിസ്റ്റർ റെഡിയാണോ? ഓക്കെ, ഞാൻ കോഹോസ്റ്റ് ആക്കിയിട്ടുണ്ട്. സിസ്റ്ററെ മ്യൂട്ട് മാറ്റിക്കോണേ. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. വൻ കൃപകളാൽ പരിശുദ്ധാത്മാവ് നിറയ്ക്കുമാറാകട്ടെ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്കൊരു വാക്യം എടുക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിന്റെ അകത്ത് അതിന്റെ കഴിഞ്ഞ ദിവസം ബാക്കി ഭാഗമാണ്. സിസ്റ്ററെ ആ വാക്യം എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം അതിന്റെ അകത്ത് 9-ാം വാക്യം മുതൽ ഞാനിവിടെ മലയാളത്തിൽ വായിക്കാവേ. ഇന്നലെ വായിച്ചതിന്റെ ബാക്കിയാണ്.
തന്റെ പുത്രനായ Yes. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക്, ഈ വാക്യം മറന്നുപോരുത്, കൂട്ടായ്മ, ഫെലോഷിപ്പിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. സഹോദരന്മാരെ, നിങ്ങൾ എല്ലാവരും ഒന്ന് തന്നെ സംസാരിക്കുകയും നിങ്ങളുടെ ഇടയിൽ ഭിന്നത ഭവിക്കാതെ ഏക മനസ്സിലും ഏകാഭിപ്രായത്തിലും യോജിച്ചു പോകണമെന്ന് ഞാൻ നിങ്ങളെക്കുറിച്ച് പറയുന്നു. സഹോദരന്മാരെ, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടി. 15ാമത്തെ വാക്യം പോലെ പറഞ്ഞാൽ മതിയേ. Yeah. For Paikata. ആ For it has been declared to me concerning you, my brethren, by those of close household, that there are contentions among you. നിങ്ങളുടെ ഇടയിൽ പിണക്കങ്ങൾ ഉണ്ടെന്ന് ക്ലോവയുടെ ആളുകൾ നിമിത്തം, എനിക്കൊന്ന് 15ാമത്തെ വാക്യത്തിൽ കറക്റ്റായിട്ടുണ്ടത്, ക്ലോവയുടെ ആളുകൾ നിമിത്തം എനിക്ക് അറിവിട്ടെ. അപ്പൊ പിണക്കം, നമ്മൾ ഇന്ന് എന്താണ് ഈ നമ്മുടെ അകത്ത് ഈവിൾ കമ്പനിയെ പറ്റി നമ്മൾ കേൾക്കാൻ വേണ്ടി, നമ്മൾ പണ്ട് പ്രാവശ്യം ഈ വാക്ക് തൊട്ടായിരുന്നു, ഈവിൾ കമ്പനിയെ പറ്റിയാണ് കേൾക്കാൻ വേണ്ടി പോകുന്നത്. We are going to hear from the Lord today about the evil company, about contentions. അപ്പൊ കൊരിന്ത്യ സഭയിലുള്ള വിശ്വാസികൾ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ട് യേശുവിനോട് കൂടെ ചേർന്ന ആൾക്കാരാണ് കൊരിന്ത്യയിലുള്ള സഭക്കാര്. Corinthian churches are baptized, saved, and joined to the Lord. എല്ലാ കൃപാവരങ്ങളും നിറഞ്ഞ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭയായിരുന്നു കൊരിന്ത്യ സഭ. They were a blessed church with all giftings of the Lord. പക്ഷെ അതിൽ പകുതിയോളം ആളുകൾ പിന്മാറ്റത്തിൽ അല്ലെങ്കിൽ വീണുപോയി. Many of them but were backslidden. അതിന്റെ കാരണം അപ്പോസ്തലനായ പൗലോസ്ലീഹ പറയുകയാണ്. Paul says the reason is, സഹോദരന്മാരെ, പറയുന്ന ഭാഗം, നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആളുകളാൽ എനിക്ക് അറിവ് കിട്ടി. Clovis people told me that you had contentions among you. നിങ്ങളുടെ ഇടയിൽ, 2ാം വാക്യം, നിങ്ങളുടെ ഇടയിൽ താൻ പൗലോസിന്റെ പക്ഷക്കാരൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ പക്ഷം ചേരുന്ന ആൾക്കാർ നിങ്ങളുടെ ഇടയിലുണ്ട്. Many people joined isms like I am of Paul, I am of Apollos. They were having sections. ഇനി നിങ്ങൾ നോക്കിയോണം, പിണക്കം എന്ന് പറയുന്നത്, പിണങ്ങുക, പിണക്കം എന്ന് പറയുന്നതിന്റെ ഉത്ഭവം എവിടെ നമുക്ക് പഠിക്കാൻ വേണ്ടി പോവാം. പിണക്കത്തിന്റെ ഉത്ഭവം We are going to learn how the contentions happen. ഗലാത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ അതിന്റെ 5ാം അധ്യായത്തിന്റെ 9ാമത്തെ വാക്യത്തിൽ ഇങ്ങനൊരു വാക്കുണ്ട്. സിസ്റ്റർ ഒന്ന് വായിക്കും. സോറി, ഈ വാക്യം എടുത്ത് നമുക്ക് അങ്ങോട്ട് വരാം. ഗലാത്യർ 5:19. Galatians 5:9. Galatians 5:19. ആ, എന്താ 19? 19. ജഡത്തിന്റെ പ്രവൃത്തികളോ, Yeah. Now the works of the flesh are evident, which are adultery, fornication, uncleanness, lewdness, idolatry, sorcery, hatred, contentions, jealousies, outbursts of wrath, selfish ambitions, dissensions, heresies, envy, murders, drunkenness, revelries, and the like, of which I tell you beforehand, just as I also told you in time past, that those who practice such things will not inherit the kingdom of God. നിങ്ങൾ നോക്കിക്കോണം. ഇവിടെ പൗലോസ്ലീഹ പറഞ്ഞത് ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുഷ്നടപ്പ്, ദുഷ്കാമം, വിഗ്രഹാരാധന, ഇതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. അതിലൊരു വാക്യം മാത്രം ഞാൻ എടുക്കുവാണ്, പിണക്കം. ആ വാക്കുകൊണ്ടോ, പിണക്കം. Only one word I am referring here, contentions. നോക്കിക്കേ, കൊരിന്ത്യർക്കെതിരെ പൗലോസ് നിങ്ങളുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് ക്ലോവയുടെ ആൾക്കാരനോട് പറഞ്ഞു. Yeah, in Corinthians we read that Clovis household told that you had contentions among you. അപ്പൊ പിണക്കം ഇത്രയും വലിയൊരു വിഷയമാണോ? പൗലോസ്ലീഹ പറഞ്ഞ പിണക്കം എന്ന് പറയുന്നത് ജഡത്തിന്റെ അകത്തുണ്ടാകുന്ന ഒരു പ്രൊഡക്ഷൻ ആണ്. Which means to say that contentions is a big thing and it's a carnal stuff. അതായത് പിശാചിന് കേറാൻ പറ്റുന്ന ഒരു ഡോറാണ് ജഡത്തിന്റെ പ്രവൃത്തികൾ. Yeah, the carnality is a door for the devil to enter. നമുക്കറിയാം, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്നത് ഈ നമ്മൾ വിശ്വാസികളും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ എപ്പോഴും പഠിക്കുന്ന സമയത്ത്, When I learned the difference between a believer and unbeliever, പണ്ട് എനിക്ക് ഒത്തിരി സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. I had a lot many friends earlier. അപ്പൊ ഈ സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒത്തിരി പിണക്കങ്ങൾ ഉണ്ടാവും. Friends have contentions among them. ഭയങ്കര വഴക്കുകൾ ഉണ്ടാവും. They have big fights among them. പക്ഷെ ഞാൻ കണ്ടൊരു കാഴ്ച, ഈ വഴക്കുകളും പിണക്കങ്ങളും എല്ലാം ഉണ്ടാകുമ്പോൾ തന്നെ When I see that, whenever they have these fights, ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മദ്യപാനം എന്ന് പറഞ്ഞൊരു ശീലം പലരുടെയും പിണക്കങ്ങളെ പെട്ടെന്ന് രമ്യതപ്പെടുത്തും. one thing I noticed this,
drunkenness easily patches them up. പക്ഷെ വിശ്വാസത്തിലേക്ക് വന്നു കഴിയുമ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച, ഈ പിണക്കങ്ങൾ പലപ്പോഴും കോംപ്രമൈസ് ചെയ്യാറില്ല. In believers, I saw that these contentions are never patched up. അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കും. They carry it in their hearts. അപ്പൊ പൗലോസ് പറയുന്നു, ഈ പിണക്കം എന്നുള്ളത് ജഡത്തിന്റെ പ്രവൃത്തികളാണ്. Paul says it is the work of the flesh. അപ്പൊ പൗലോസിലേക്ക് ഏറ്റവും കൂടുതൽ വാക്യം പറഞ്ഞു, ഇങ്ങനെയുള്ളവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നാ പറഞ്ഞത്. Paul says such people will not inherit the kingdom of അപ്പൊ God. യേശുവിന്റെ കൂട്ടായ്മയിലുള്ള ആളുകൾ ജഡത്തിന്റെ പ്രവൃത്തികളിലേക്ക് പോയാൽ യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? So the people of Jesus, when they go to the work of the flesh, what happens here? അവിടെ സംഭവിക്കുന്നത് കർത്താവിൽ നിന്നും നിങ്ങളെ പുറകോട്ട് അതിനെ വലിക്കുവാൻ സഹായിക്കും. That means that it draws you back from the Lord. അപ്പൊ കൊരിന്ത്യയിലുള്ള ആൾക്കാർ പിന്മാറ്റത്തിൽ പോകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ജഡത്തിന്റെ പ്രവൃത്തികളിൽ അവരിൽ കൂടുതൽ വരാൻ തുടങ്ങി. The main reason for Corinthians to back out from the Lord is the Any- work of the flesh. ഇനി among them. എന്റെ ഒരു ക്വസ്റ്റ്യൻ, എന്തുകൊണ്ടായിരിക്കും അവർക്ക് ഇത്രയും ജഡത്തിന്റെ പ്രവൃത്തികൾ അവരിൽ വരാൻ കാരണം? ആർക്കെങ്കിലും ഉത്തരം പറയാൻ പറ്റും? എന്തുകൊണ്ട് ഇത്രയും ജഡത്തിന്റെ പ്രവൃത്തികൾ കൊരിന്ത്യ സഭയിൽ വന്നു? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് My question is why the Corinthians had the work of the flesh in them, even after salvation, even after baptism? ഒന്ന് പറയാവോ? ആർക്കെങ്കിലും പറയാം? മ്യൂട്ട് മാറ്റി. എന്തുകൊണ്ടായിരിക്കാം? മ്യൂട്ട് മാറ്റി Unmute പറഞ്ഞു. yourself and tell the reasons. വചനം അടിസ്ഥാനമില്ലാത്തതുകൊണ്ട്. കൃപാവരങ്ങളാൽ. They didn't have the back of the word. സ്പിരിറ്റ് വ്യത്യാസമാണ്. രണ്ടും രണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ 9 കൃപാവരങ്ങളും ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത സഭയാണ് കൊരിന്ത്യ സഭ. എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന സഭയാണ് കൊരിന്ത്യ സഭ. പൗലോസ് ശ്ലീഹായെ പോലെ വെളിപ്പാടിന്റെ ആഴങ്ങൾ പഠിച്ച ഒരു മനുഷ്യനുള്ള സഭയാണ് കൊരിന്ത്യ സഭ. അപ്പൊ ഇത്രയും ഗുണങ്ങളുള്ള സഭയാണ്. പൗലോസ് ശ്ലീഹായുണ്ട്, അപ്പോസ്തലന്മാര്, വിശുദ്ധന്മാര് പലരും വരുന്ന സഭയാണ്. ഒത്തിരി മെന്റർമാരുള്ള സഭയാണ്. വചനത്തിന്റെ സുലഭമായിട്ടുള്ള ധാരാളം വചനമുള്ള സഭയാണ്. എന്നിട്ടും എന്തുകൊണ്ട് ഇവർ തെറ്റിപ്പോയി? സിസ്റ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുമോ? മ്യൂട്ട് മാറ്റി പറഞ്ഞു. കേൾക്കുന്നുണ്ടോ? Yeah, Corinthians were anointed people. Corinthians were wordly, were strong in the word. Corinthians were praying people, but still, why they had developed the fruit of the flesh? അതിന്റെ കാരണം ഞാനിത് പറഞ്ഞു തരാം. ഈവിൾ കമ്പനിയാണ്. That was because of the evil company. ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ പറയുന്നു, ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. Galatians 5:9 says, little leaven, 5:9 alle? 5:9 extra. Galatians chapter 5 verse 9. Yeah. A little leaven leavens the whole lump. The Galatians 5:9 says. നമുക്കറിയാം, നമ്മൾ വീട്ടിലൊക്കെ അപ്പം ഉണ്ടാക്കുമ്പോഴും നമ്മൾ മാവ് കുഴയ്ക്കുമ്പോഴും ഒക്കെ നമുക്കറിയാം അല്പം പുളിപ്പുണ്ടെങ്കിൽ വേഗത്തിൽ അത് പുളിച്ചു പോകും. ഇറ്റ്സ് ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ. അപ്പൊ നമുക്കറിയാം പെട്ടെന്ന് മാവ് പുളിച്ചു വരും. പെട്ടെന്ന് മാവ് പുളിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും? അതിനകത്ത് പുളി ചേർക്കും, അല്ലെ? ഈസ്റ്റോ മറ്റെന്തെങ്കിലുമൊക്കെ നമ്മൾ പുളിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കും. ഒരു ഇച്ചിരി പുളി മതി, അത് മുഴുവനും പുളിപ്പുള്ളതായിട്ട് നല്ല ദോശയായിട്ട് മാറും. അപ്പൊ ഇവിടെ പറയുവാണ്, നിങ്ങളൊരു ആസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കും. അപ്പൊ അല്പം പുളിപ്പ് മതി. ഇനി 10-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ ഭിന്നാഭിപ്രായം ഉണ്ടാകുകയില്ലെന്ന് ഞാൻ കർത്താവിൽ ഉറച്ചിരിക്കുന്നു, എന്നാൽ നിങ്ങളെ കലക്കുന്നവരായാലും ശിക്ഷാവിധി ഉണ്ടാകും. അപ്പൊ നോക്കിക്കേ, അപ്പൊ ജഡത്തിന്റെ പ്രവൃത്തി ഒരു വ്യക്തിയിലേക്ക് വരുന്നതിന്റെ കാരണം ഒരു പുളിപ്പ് പോലെയാണ്. നമുക്കറിയാം. ഞാൻ പെട്ടെന്നൊന്ന് വാക്ക് പറയാം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഇവിടെ ഒരു വാക്യത്തിലേക്ക് ഒന്ന് വന്നിട്ട് നമുക്ക് ഗലാത്യ ലേഖനത്തിന്റെ അകത്ത് 5-ാം അധ്യായത്തെ ഞാൻ വായിച്ചിട്ട് വായിക്കാവേ. 5-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു, യേശു ക്രിസ്തുവിലുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ട്രാൻസ്ലേറ്റ് ചെയ്തു. Those who are in Christ
have crucified the flesh with its passions and desires. നോക്കി, രണ്ട് വാക്കാണ് പാഷൻ ആൻഡ് ഡിസയർ എന്നുള്ള രണ്ട് വാക്ക്. ഇവിടെ രാഗമോഹം എന്ന് മാത്രമേ മലയാളത്തിലുള്ളൂ. In Malayalam, there is only two Ragamoham. അത് ട്രാൻസ്ലേറ്റ്. ഓക്കെ, നോക്കി, രണ്ട് വാക്കുകളാണ്. ഒന്ന് പാഷൻ എന്നും ഡിസയർ. അതിന്റെ അർത്ഥം ഈ ജഡത്തിന്റെ അകത്തു നിന്നും ഉണ്ടാകുന്ന, നമുക്കറിയാം പാഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നോർമൽ ആഗ്രഹമല്ല, അല്ലേ സിസ്റ്ററെ? നോർമൽ ആയിട്ട് നമുക്കുണ്ടാകും. Passion is a severe desire. No, it's not a normal thing. It's a severe flesh. അതായത് ഈ രണ്ട് കാര്യങ്ങളും, അതായത് പാഷൻ എന്ന് പറഞ്ഞാൽ അതിതീവ്രമായിട്ട് നമ്മളിൽ ഉണ്ടാകുന്ന ഒരു സംഭവം. എനിക്ക് അതിനെപ്പറ്റി ഭയങ്കര പാഷൻ എനിക്കുണ്ടെന്ന് പറയത്തില്ലേ? അപ്പൊ നമ്മൾ ഭയങ്കരമായിട്ട് കുറച്ചും കൂടെ നമ്മുടെ ചിന്തകളെ പുഷ് ചെയ്യുന്നൊരു വാക്കാണ് പാഷൻ എന്നുള്ളത്. Passion is a word that puts നമ്മൾ രക്ഷിക്കപ്പെട്ടാലും നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെടാത്തത് കൊണ്ട് ശരീരത്തിന്റെ അകത്ത് ഇപ്പോഴും എന്തുണ്ട്? ജഡത്തിന്റെ ആശകളുണ്ട്. Even if we are saved, in our bodies are not saved, still there is the fleshly thoughts. നിങ്ങൾ ശ്രദ്ധിച്ചോണം, യേശുക്രിസ്തുവിന്റെ കൂടെ നടന്ന 12 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു യൂദ എന്ന് പറയുന്ന ശിഷ്യൻ. Judah was one among the 12 who walked with Jesus. പക്ഷെ യൂദയ്ക്കകത്ത് യേശുവിനെ ഒറ്റ കൊടുത്തത് എത്ര രൂപയ്ക്കാ? 30 വെള്ളിക്കാശിനാണ് യൂദയിനെ യേശുക്രിസ്തു ഒറ്റ കൊടുത്തത്. He betrayed Jesus for 30 silver coins. അപ്പൊ എന്റെ ചോദ്യം, ഇതിനേക്കാളും ഈസി അല്ലായിരുന്നു യേശുവിനൊക്കെ പോയിട്ട് കർത്താവെ എങ്ങനെയാണ് പത്രോസ് സ്ലീഹായ്ക്ക് വേണ്ടി ടാക്സ് അടയ്ക്കാൻ വേണ്ടി ജോലിക്ക് പോകാതെ, ബിസിനസ് ചെയ്യാതെ, കടം മേടിക്കാതെ, ബ്ലേഡ് എടുക്കാതെ, ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് ആ മിറക്കിൾ മണി എങ്ങനെയാണ് കർത്താവെ അങ്ങ് നിർമ്മിച്ചതെന്ന് യേശുവിന്റെ നിന്ന് പഠിച്ചെടുക്കുന്നതായിരുന്നോ എളുപ്പം? അതോ Wasn't it easy for Judah to ask Jesus, how did you make the tax money for Peter from the fish? Without any work, without any labor, without any business, how did you make it happen? He could have asked Jesus for the miracle money. എന്റെ ചോദ്യം നിങ്ങളോടാണ്, എല്ലാവരും ചോദിക്കണം. നിങ്ങൾ ഏതായിരുന്നു എളുപ്പം? യേശുവിനടുക്ക് പോയിട്ട് ഇത് പഠിച്ചെടുക്കുന്നതാണോ എളുപ്പം, അതോ യേശുവിനെ കഷ്ടപ്പെട്ട് ഒറ്റ കൊടുത്ത് വെറും 30 വെള്ളിക്കാശിന് ഇതിൽ ഏതായിരുന്നു എളുപ്പം? ഒന്ന് പറ, ഏതായിരുന്നു ഈസി? Which was easier? കണ്ടോ? എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത്ര? ഞാനായിരുന്നു ഉറപ്പായിട്ട്, നിങ്ങളായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് എന്ത് ചെയ്തു തന്നെ? യേശുവിനെ ഒറ്റ കൊടുത്ത് 30 വെള്ളിക്കാശ് മേടിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് യേശുവെ എനിക്കൊണ്ടൊന്ന് പഠിപ്പിച്ചതാ എങ്ങനെയാണ് ഈ മിറക്കിൾ മണി ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്തൊരു ഈസിയാ അത്. അപ്പൊ എന്തുകൊണ്ട് യൂദയ്ക്ക് അത് പറ്റിയില്ല? Why did Judah didn't do that? ഒന്ന് പറയാൻ പറ്റും ആർക്കെങ്കിലും? യേശു കൂടെയുള്ള യൂദയ്ക്ക് എന്തുകൊണ്ട് അത് പറ്റിയില്ല? എളുപ്പമായിട്ട് കിട്ടേണ്ട ഒരു സാധനം. അവന് പണത്തിനോട് അത്യാഗ്രഹമുള്ളതുകൊണ്ട്. ആയിക്കോട്ടെ, ഉണ്ട്, പണത്തിനോട് അത്യാഗ്രഹമുണ്ട്. അപ്പൊ ഈസി മാർഗം അതല്ലേ? യേശു പഠിപ്പിച്ച്, യേശു ദേശക്കാരനല്ല, സൗമ്യനാണ്, സ്നേഹമാണ്, ഇവരെ ചേർത്ത് പിടിക്കുന്നയാളാണ്, ഇവരെ കരുതുന്നയാളാണ്. അപ്പൊ ഈസി ആയിട്ട് ചോദിച്ചാൽ യേശു പറഞ്ഞു തരുമല്ലോ. പിന്നെ എന്തുകൊണ്ട് യൂദ ചോദിച്ചില്ല? അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോണം, യൂദയ്ക്കൊരു ബലഹീനതയുണ്ട്. So Judah had a shortcoming. അപ്പൊ യൂദയെ പറ്റി യോഹന്നാൻ സ്ലീഹയുടെ സുവിശേഷം പറഞ്ഞ അവനൊരു പണക്കൊതിയനായിരുന്നു. He loved money. അവന് പണത്തോട് ആഗ്രഹമുള്ള മനുഷ്യനായിരുന്നു. He was greedy for money. അപ്പൊ അവൻ അങ്ങനത്തെ, അപ്പൊ പണം കാണുമ്പോൾ പണം എങ്ങനെയെങ്കിലും ഉണ്ടാക്കണമെന്നൊരു ഓരോ ശിഷ്യന്മാർക്കും ഓരോ ബലഹീനതയുണ്ട് കേട്ടോ. Each disciple had their own shortcomings. പത്രോസ്ലിയ ഒരു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരാളാണ്. Peter was short-tempered. അങ്ങനെ ഓരോ ശിഷ്യന്മാർക്കും ഓരോ ബലഹീനതയുണ്ട്. Each disciple had his own shortcomings. യൂദയ്ക്ക് ഒരു ബലഹീനത ഉണ്ട്, പണം ഒരു ബലഹീനതയാ. Judah had money as his weakness. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണമെന്നൊരു ഒരു മനസ്സിലിരിപ്പുള്ള ഒരാളാണ് യൂദ. He was very greedy to make money. നിങ്ങളുടെ മനസ്സിലും ചിന്തയിൽ ഇതേപോലെ ബലഹീനതകളുണ്ട്, ജഡത്തിന്റെ ആഗ്രഹങ്ങളുണ്ട്. Even we have the thinking of the flesh. എന്നാൽ യൂദയ്ക്ക് സംഭവിച്ചത്, യൂദ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ ഉണ്ടെങ്കിലും യൂദയ്ക്ക് മറ്റെന്തൊക്കെയോ ഈവിൾ കമ്പനികൾ ഉണ്ടായിരുന്നു. Even though Judas was with Jesus,
he must have had some evil companies. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എങ്ങനെയാണ് യൂദനെ അവര് കൺവിൻസ് ചെയ്തത്? How did otherwise the high priest and all convinced അതായത് Judas to betray Jesus? അതായത് രാവും പകലും എല്ലാം ഉപേക്ഷിച്ച് യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരെ യേശു ഇല്ലാത്ത സമയത്താണ് എന്ത് ചെയ്തത്? യൂദനെ അവരെന്ത് ചെയ്തത്? ക്യാൻവാസ് ചെയ്തെടുത്തിരിക്കുന്നത്. By day and night, the disciples were following Jesus, and when nobody was there, they canvassed Judas to betray Jesus. അതിന്റെ അർത്ഥം ഇടയ്ക്കിടയ്ക്ക് യേശുവിനകിൽ നിന്ന് യൂദ മിസ്സാകുന്നുണ്ടായിരുന്നു. That means that he was missing from Jesus in between. ആരൊക്കെയോ യൂദയെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു? അവരാരും അറിയാതെ പരീശന്മാരോ ശാസ്ത്രിമാരോ ഇവൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. So somebody was trying, the Pharisees or the ministers, the scribes. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു 5 മിനിറ്റ് കൊണ്ട് യൂദ പെട്ടെന്ന് യേശുവിന് ഒറ്റുകൊടുത്താൽ 30 വെള്ളിക്കാശ് തരാന്ന് പറയുന്നതല്ല. അവനെ ചിലപ്പോൾ കുറെ ടൈം ഇവന്റെ വീക്ക്നെസ്സുകളെ മനസ്സിലാക്കി ഇവൻ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്താണ് യേശുവിനെ ഒറ്റുകൊടുക്കുവാൻ റെഡിയാക്കിയത്. It was not an instant thing that they offered 30 silvers, but it would have. അപ്പൊ യേശുവിന്റെ കൂട്ടായ്മയിലേക്ക് വന്ന നിങ്ങൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ജീവിതത്തിലും ചില സ്വഭാവങ്ങൾ ഇപ്പോഴും മാറാതെ നിൽക്കുന്നതിന്റെ കാരണം ഈവിൾ കമ്പനി നമുക്കുണ്ട്. The reason why these things work of the flesh doesn't leave us because we have still got evil company. അപ്പൊ ഈ ഈവിൾ കമ്പനിയുടെ കുഴപ്പം നിങ്ങളുടെ അനുഗ്രഹത്തെ അത് ബ്ലോക്ക് ചെയ്യാൻ തുടങ്ങും. മ്യൂട്ടായി പോയെ. ഈവിൾ കമ്പനികൾ നമ്മുടെ അനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യും. ഇത് തന്നെയാണ് കൊരിന്ത്യ സഭയിൽ പൗലോസ് പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യയും ഉണ്ട്. You have contentions and anger. ഗലാത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, അല്പം പുളിമാവ് മതി മൊത്തം പുളിപ്പിക്കാൻ. Paul says in Galatians, a little less enough to leaven the whole lump. മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നു, യേശു പറഞ്ഞു നിങ്ങൾ പുളിപ്പുള്ളവരാകരുത്. The Gospel of Matthew says you should not be with leaven. കണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്തുവാ? ഈ പുളിപ്പ് കൊണ്ടുവരുന്നത് ചില വ്യക്തികളാണ്. Which means to say that leaven is brought by some people. അപ്പൊ രക്ഷിക്കപ്പെട്ട കൊരിന്ത്യ സഭക്കാര് ഇവർ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിൽ നിൽക്കുമ്പോ തന്നെ ഇവരെ പുളിപ്പിക്കുന്ന ആൾക്കാരുമായിട്ട് ഇവർക്ക് കമ്പനിയുണ്ട്. In Corinthian church, while they were still believers, they had some factors which leavened them. നിങ്ങളുടെ കൂടെ വിശ്വാസി എന്ന് പറയുന്ന വ്യക്തി പുളിപ്പുള്ളതാണെങ്കിൽ ആ പുളിപ്പ് നിങ്ങളുടെ മേലേക്കും പകരാൻ സാധ്യതയുണ്ട്. If you have believer company, if they have leavened, then you will also get affected by that. അപ്പൊ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് അനുഗ്രഹങ്ങളിലേക്ക് പോകേണ്ട നമ്മൾ തടസ്സപ്പെട്ടു പോകുന്നത് ഈ പുളിപ്പുകളാണ്. When we are supposed to go to the blessings, receive the blessing, these leaven blocks us. ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങൾ പോകുന്ന കൂട്ടായ്മ, നിങ്ങൾ പോകുന്ന ഏത് സഭയോ വ്യക്തികളോ വിശ്വാസിയാണെങ്കിൽ അവിടെ യഥാർത്ഥ വചനത്തിന്റെ വെളിപ്പാട് കിട്ടുന്നില്ല എങ്കിൽ അതും ഒരു പുളിപ്പാണ്. If you go to a church or if you go to a fellowship where the right word is not being delivered, that is also a leaven. നിങ്ങൾ നോക്കിക്കേ, യൂദ എന്ന് പറയുന്ന മനുഷ്യൻ യേശുവിന്റെ കൂടെ എപ്പോഴും ഉള്ള ഒരു വ്യക്തി ആയിരുന്നു എങ്കിൽ ഒരിക്കലും അവർക്ക് യൂദനെ എടുക്കാൻ പറ്റത്തില്ലായിരുന്നു. If Judas was a right follower of Jesus, if he was always with Jesus, he wouldn't have been. ബൈബിൾ തന്നെ പറയുന്നു, പണസഞ്ചിയിൽ നിന്നും പലതവണ അവൻ പണം എടുത്തിരുന്നു. The Bible says he used to steal from the money bag. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ എടുക്കുന്ന പൈസയുമായിട്ട് എവിടെയൊക്കെയോ യൂദ പോകുന്നുണ്ട്. Then it means that he should have been going somewhere on all where is the money. ഇപ്പൊ ഇവന്റെ വീക്ക്നെസ്സുകളെ മനസ്സിലാക്കിയ ചില വ്യക്തികൾ ഇവനെ എന്ത് ചെയ്തു? യേശുവിന്റെ ഫെലോഷിപ്പിൽ നിന്നും അടർത്തിയെടുത്തു. So people who knew his weakness took him out of Jesus' fellowship. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോണേ, ഇത് തന്നെയാണ് കൊരിന്ത്യ സഭയിലും സംഭവിച്ചിരിക്കുന്നത്. കൃപാവരങ്ങൾ നിറഞ്ഞിരിക്കുമ്പോഴും ആരാധനയുള്ളപ്പോഴും ആത്മാവിലുള്ളപ്പോഴും ഇവർക്ക് എവിടെയൊക്കെയോ ഇവർ ദൈവഹിതമല്ലാത്ത കമ്പനിക്ക് ഇവർ പോയി.
The same thing would have happened with Corinthian church. Even though they were saved, even though they were prayerful, even though they were worshipping, നിങ്ങൾ still നോക്കി they had some backup. ഇത് നോക്കിയ ഗലാത്യ ലേഖനത്തിൽ പറഞ്ഞ ജഡത്തിന്റെ പ്രവൃത്തികളോ ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ഇതെല്ലാം ജഡത്തിന്റെ പ്രവൃത്തികൾ. ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി. ഗലാഷ്യൻ ചാപ്റ്റർ 5 വേഴ്സ് 19-20 ആണ്. ഇവിടെ നോക്കുക, നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിനെങ്ങനെ ജയിക്കാൻ പറ്റും. In the faith life, we have to see how we can overcome the work of the flesh. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പൊ ആരെങ്കിലും വന്നിട്ട് പറയാണ് നിഖിൽ ബ്രദർ ആള് ശരിയല്ല, ഒന്നൊരാൾ വന്ന് പറഞ്ഞു. Suppose somebody says to you that Nikhil brother is not right person. അപ്പൊ നിങ്ങൾ അത് കേൾക്കുന്ന സമയത്ത് ഉടനെ നിങ്ങളുടെ അകത്തൊരു ചിന്തയുണ്ടായി, നിങ്ങളുടെ അകത്തൊരു പെട്ടെന്നൊരു ചിന്തയുണ്ടായി, ശരിയാ നിഖിൽ ബ്രദർ ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഒരു ചിന്തയുണ്ടായി. Suddenly you might also feel that yeah, he's not right. അപ്പൊ ആ വ്യക്തി ചിലപ്പോ എന്നെ കുറിച്ചുള്ള കുറെ കുറ്റങ്ങൾ പറഞ്ഞേക്കാം. Probably the other person will give you some bad news about Nikhil. ഇനി ഉള്ളതോ ഇല്ലാത്തോ എന്തും ആയിക്കോട്ടെ. If it is there or not, or false or true. അപ്പൊ ഈ വ്യക്തി വന്ന് പറഞ്ഞ പുളിപ്പ്, the leaven that the person brought, ഒന്നുകൂടെ ഞാൻ പറയാം, ഉള്ളതോ ഇല്ലാത്തതോ ആയിക്കോട്ടെ, maybe it is there, maybe it is not there. ഇത് കേൾക്കുന്ന നിങ്ങൾ യേശുക്രിസ്തുവിലുള്ള വ്യക്തിയാണെങ്കിൽ, if you are in the spirit, if you are in the Lord, ആ വരുന്ന വ്യക്തിയെ കൈപിടിച്ച് പറഞ്ഞ് നമുക്ക് ഒരുമിച്ച് നിഖിൽ ബ്രദറിന് വേണ്ടി പ്രാർത്ഥിക്കാം. you will hold his hand and say that come, let's pray for Nikhil brother. കർത്താവേ, ഞങ്ങൾ നടത്തുന്ന ബ്രദറിനെ ശക്തമായിട്ട് ഇനിയും നടത്തണേ അപ്പാ. We will say that Lord, make him do your ministry even more stronger. ഇനി എന്തെങ്കിലും കുറവുണ്ടെ കർത്താവ് അതെല്ലാം നികത്തി ഞങ്ങൾക്ക് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തണമേ. Make him more useful for us, even if there is any shortcomings. അപ്പൊ ഇത് പറയാതെ നിങ്ങൾ ആ പറയുന്ന വ്യക്തിക്ക് നിങ്ങൾ കൂട്ടു നിൽക്കുവാണെങ്കിൽ എന്ത് സംഭവിക്കുന്ന അറിയാവോ? അതൊരു ഈവിൾ കമ്പനിയാണ്. But if you are supporting that person who spread bad news, then you are supporting his evil. അയാളുടെ പുളിപ്പ് നിങ്ങളിലേക്ക് പകരാൻ തുടങ്ങും. That leaven spreads to you. അപ്പൊ പയ്യെ പയ്യെ നിങ്ങളിൽ ഈ സ്വഭാവം ഉണ്ടാകാൻ തുടങ്ങും. Slowly that thing spreads to you. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നാ സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇങ്ങനെ പറയുന്നവരല്ലെങ്കിൽ, if your prayer companions are not the people who says like this, നിങ്ങളുടെ അകത്തെ ജഡം എന്ത് ചെയ്യും? അങ്ങനെയുള്ള ആൾക്കാരിലേക്ക് പോകാൻ ടെൻഡൻസി തരും. then your flesh will have a tendency to go to such people. എന്തുകൊണ്ടാണ് ഗലാത്യ സഭക്കാർക്ക് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, സഭയ്ക്ക് പുറത്ത് അങ്ങനെയുള്ള ആൾക്കാരാ ഉള്ളത്. In Galatians, സോറി, കൊരിന്ത്യർ സഭ, Corinthian church, yeah, in the Corinthian church, outside the Corinthian church, people were all such people who will spread bad news. അപ്പൊ ഇവര് നേരെ എന്ത് ചെയ്തു? അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പയ്യെ പയ്യെ മിങ്കിൾ ചെയ്യാൻ തുടങ്ങി. They were mingling with such bad people. അപ്പൊ ഇവർക്ക് യേശുവിൽ നിന്ന് ഇവർക്ക് പിന്നെ ചേരാൻ പറ്റുന്നില്ല. Then they are not able to be one with Jesus. അപ്പൊ ഇവര് പയ്യെ പയ്യെ പിന്മാറ്റത്തിലേക്ക് പോകാൻ തുടങ്ങി. Then they started backsliding. അപ്പൊ ഇതിനെങ്ങനെയാണ് ജയിക്കാൻ പറ്റുന്നത്? How do we win over this? പൗലോസ് ശ്ലീഹ പറയുന്നു, ഗലാത്യ ലേഖനം 5:24 പറയുന്നു, യേശുക്രിസ്തുവിലുള്ളവർ തന്റെ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളെ ക്രൂശിക്കുക. Yeah, Galatians say we crucify the flesh with its passion and desires. നോക്കിക്കേ, പാഷനെയും ഡിസയറിനെയും നിങ്ങൾ എന്ത് ചെയ്യുക? ക്രൂശിക്കുക. Crucify the flesh. അപ്പൊ നമ്മുടെ ജഡത്തിന്റെ അകത്തുനിന്ന് പൊങ്ങി വരുന്ന ജഡീകമായിട്ടുള്ള ചിന്തകളെ അല്ലെങ്കിൽ അതിന്റെ പ്രവൃത്തികളെ എങ്ങനെയാണ് ക്രൂശിക്കുന്നത്? How do you crucify the work of the flesh? ഒന്ന് പറഞ്ഞു, എങ്ങനെയായിരിക്കും ക്രൂശിക്കാൻ പറ്റുന്ന? ഒന്ന് പറ. How do you do? എങ്ങനെ ക്രൂശിക്കുന്നത്? വചനത്തിൽ വളരുക, പ്രാർത്ഥനയോടും വചനധ്യാനത്തോടും കൂടെ അതിനെ നമുക്ക് ക്രൂശിക്കാൻ. ഇവിടെയാണ് നമുക്ക് വേണ്ട ഏറ്റവും വലിയ അവയർനെസ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, The biggest awareness that we should have is, നിങ്ങൾ കർത്താവിലുള്ള വ്യക്തികളാണെങ്കിൽ, if you are in the Lord,
ഈ വചനത്തിന് വിരുദ്ധമായിട്ടുള്ള സ്വഭാവങ്ങൾ നിങ്ങളിലുണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. Anything against the word of God, is it there inside of me? ഇനി അതിനെ Think about it. ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ To crucify that kind of things ഈ means, സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ if you want to come out of those evil thoughts, യൂദാ ചെയ്തതുപോലെയല്ല, not like Judas, പത്രോസ് ചെയ്തതുപോലെ like Peter, താൻ യേശുവിനെ ഒറ്റുകൊടുത്ത വ്യക്തിയാണെങ്കിലും even if the person had betrayed Jesus, താൻ തന്റെ തെറ്റിനെ ദൈവസന്നിധിയിൽ ഏറ്റു പറഞ്ഞു. he confessed his mistake with the Lord. ദൈവത്തിന്റെ സഹായത്തിന് വേണ്ടി കർത്താവിനോട് ചോദിച്ചു. He asked for God's help. അതായത് താൻ ദൈവസന്നിധിയിൽ, ഞാൻ ഇനി വേഗത്തിൽ പറഞ്ഞുതരാം, ദൈവസന്നിധിയിൽ താൻ സമർപ്പിക്കാൻ തുടങ്ങി. He started submitting himself to the Lord. നമുക്ക് നമ്മുടെ മനസ്സിന്റെ അകത്ത് പലപ്പോഴും നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഉണ്ടാകുന്ന വികാരങ്ങളെ നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയത്തില്ല. We can't control our emotions, പക്ഷെ ദൈവത്തിന് കഴിയും. but God can. ദൈവത്തിന് കഴിയുക തന്നെ ചെയ്യും. God can അതിന് control your emotions. പൗലോസ് പറയാം, അതിന് ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ ശക്തിയെ നശിപ്പിക്കുക. Paul says to crucify the flesh, which means to say that destroy it. അപ്പൊ ഇതിനെ നശിപ്പിക്കുവാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല, പരിശുദ്ധാത്മാവിനെ കഴിയത്തുള്ളൂ. Only you cannot do it. Only Holy Spirit can do it. ഇപ്പൊ പരിശുദ്ധാത്മാവുമായൊരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. You should have a relationship with the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളാണ്, ആത്മാവിന്റെ ഫലങ്ങളാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം. ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. Love, joy, peace, long-suffering, kindness, all these are fruit of the Holy Spirit. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ സഹായം എങ്ങനെ കിട്ടും? How do you get the help from the Holy Spirit? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ യൂദാ എന്തുകൊണ്ട് യേശുക്രിസ്തുവിനൊക്കെ പോയിട്ട് ആ മീൻ്റെ അകത്ത് മിറക്കിൾ മണി വന്നു എന്ന് ചോദിച്ചില്ല? Why, as I said earlier, why Judas did not ask Jesus about the fish with the drachma or the miracle money in the fish? അതിന്റെ അർത്ഥം യേശുവിന്റെ കൂട്ടായ്മയിൽ യൂദാ ഇൻവോൾവ് ചെയ്യുന്ന ആളല്ലായിരുന്നു. Which means to say that Judas was not in perfect companionship with Jesus. യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിലും കൂട്ടായ്മയിൽ ഇൻവോൾവ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. He was not involved in Jesus' fellowship. അപ്പൊ എങ്ങനെയാണ് ഇൻവോൾവ്മെന്റ് നമുക്കുണ്ടാകുന്നത്? How do you get involved in the fellowship? 25-ാം വാക്യത്തിൽ പറഞ്ഞ ഗലാത്യർ 5:25, ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുന്ന പറഞ്ഞേക്കുന്നത്. Galatians 5:25 says, if we live in the Spirit, let us also walk in the Spirit. നോക്കിയേ, രണ്ട് വാക്കാണ്, ലീവ് ഇൻ ദ സ്പിരിറ്റ്, വാക്ക് ഇൻ ദ സ്പിരിറ്റ്. നോക്കിയേ, ആത്മാവിനെ അനുസരിക്കുക എന്നല്ല, ആത്മാവിൽ നടക്കുന്നവർ. It doesn't mean that it is obeying the Spirit, it should be walking in the Spirit. അത് ശ്രദ്ധിച്ചോണേ, ഒബേ എന്നുള്ള വാക്ക് ഇംഗ്ലീഷിലേക്ക് വരുമ്പോ അവിടെ ഇല്ല. In English, there is no obedience. ആത്മാവിൽ നടക്കുക. Walk in the Spirit. അതിന്റെ അർത്ഥം ഞാൻ ഒറ്റ വാക്കി പറഞ്ഞു തരാം. നിങ്ങൾ ഒരു വിശ്വാസിയാണെങ്കിൽ, നമ്മൾ എപ്പോൾ ശ്രദ്ധിച്ചോണ്ട്, ഒരു വിശ്വാസിയാണെങ്കിൽ ഈ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ അകത്ത് സ്വഭാവങ്ങൾ, ദുർനടപ്പ് പറയണ്ട, ഗലാത്യ ചാപ്റ്റർ 5:19-20 ആണ്. ജഡത്തിന്റെ പ്രവൃത്തികളോ, ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറിക്കൂത്ത് മുതലായവ വെളിപ്പെട്ട് വരുമ്പോൾ, ഇങ്ങനത്തെ സ്വഭാവങ്ങൾ വെളിപ്പെട്ട് വരുമ്പോൾ, ഇനി ട്രാൻസ്ലേഷൻ വേണം, നമ്മൾ സാധാരണ അങ്ങ് പോവാണേ, ബാക്കി ഞാൻ നമുക്ക് വേണ്ടി അങ്ങ് പറയോ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ. ഓക്കെ. അപ്പൊ ഇങ്ങനത്തെ സ്വഭാവങ്ങൾ നമ്മളിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ അതിനെ സെൻസ് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടാണ് അവരോട് പിണങ്ങുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ അവരുടെ ദേഷ്യം വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ദ്വന്ദ്വപക്ഷം വരുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് അസൂയ ഉണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ടെംപ്റ്റേഷൻ വരുന്നത്? അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഉറപ്പിച്ചോണം, ഇത് എന്നിലേക്ക് പുളിപ്പാണ്. ഇനി ശ്രദ്ധിച്ചോണേ, ഇത് വരുന്ന കാരണങ്ങൾ ഞാൻ തുടക്കം മുതലേ പറഞ്ഞത് ഒന്നുകൂടെ അവസാനം പറയുവാണ്. ഈവിൾ കമ്പനികളിലൂടെ ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കാം. ഈ ഓപ്പണായിട്ട് അങ്ങ് പറയുകയാണ്, ദുഷ്കാമത്തിന്റെ ദുരാത്മാവിന്റെ ഇൻഫ്ലുവൻസ് ഉള്ളവർ, അതിൻ്റെ അർത്ഥം ഈ പോണോഗ്രാഫിക്ക് അഡിക്റ്റ് ആയവരും ഈ അങ്ങനെയുള്ള സെക്ഷുവൽ ആയിട്ടുള്ള അഡിഷൻസ് ഉള്ള വ്യക്തികൾ, ഞാൻ പെട്ടെന്ന് പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഫീൽ ചെയ്യുന്ന ഒരു ഫീലിങ്സാണ്. ഇങ്ങനെ അഡിഷൻ ഉള്ള ഒരു വ്യക്തി, അമിതമായിട്ട് ആസക്തികളുള്ള ഒരു മനുഷ്യൻ,
നിങ്ങൾ അടുത്തോട്ട് പാസ് ചെയ്ത് പോകുവാണെങ്കിൽ, നിങ്ങളുമായിട്ട് സംസാരിക്കുകയോ ഇടപെടുകയോ ചെയ്യുവാണെങ്കിൽ, ഒന്ന്, നിങ്ങൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് നിങ്ങളകത്ത് സെൻസേഷൻ ഉണ്ടാകും. ഇനി ശ്രദ്ധിച്ചോണേ, സെൻസേഷൻ വരും. 2 രീതിയിലാണ് വരുന്നത്. നിങ്ങളുടെ മനുഷ്യന് വളർച്ചയില്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങൾ പറയും, ബ്രദറെ, ഞാൻ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ വല്ലാത്ത ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വരിക, വികൃതമായ പാപചിന്തകൾ, സ്വഭാവ ചിന്തകൾ, ടെംപ്റ്റേഷനുകൾ എൻ്റെ അകത്തോട്ട് വരിക. ഞാൻ ശാസിച്ചിട്ടും അത് പോണില്ല. നമ്മൾ പലപ്പോഴും ഭയപ്പെടുന്നതാണ്. ഞാനിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. ഒത്തിരി പേരുടെ സംശയം ഇങ്ങനെയുണ്ട്. ആ സംശയങ്ങളെ ചേർത്ത് ഞാൻ ക്ലിയർ ചെയ്ത് പറയാം. അപ്പൊ ഈ വ്യക്തിയുടെ സാന്നിധ്യം നമ്മളിൽ സെൻസ് ചെയ്യും. കണ്ടോ, സെൻസ് ചെയ്യും. അപ്പൊ ഈ സെൻസ് ചെയ്യുന്നതിനെ സ്പിരിറ്റിൽ വളർന്നൊരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് മനസ്സിലാവും എന്തോ ഒരു ഈവിൾ സ്പിരിറ്റ് ബാധിച്ച അല്ലെങ്കിൽ ഇന്ന സ്വഭാവ വൈകല്യമുള്ള ഒരു വ്യക്തി ഇവിടെ എവിടെയോ ഉണ്ട്, കണ്ടാ മാനിനെ പോലെ തോന്നുവേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആൾക്കാർ ചെയ്യുന്നത് നമ്മളെ കുറ്റപ്പെടുത്തും. അയ്യോ ചോദിക്കണം, പെട്ടെന്ന് ഇത് എവിടുന്ന് വന്നു? കണ്ടോ, പെട്ടെന്ന് ഇത് എവിടുന്ന് വന്നു? ഇങ്ങനെ ചിന്തിക്കണം. ഇങ്ങനെ പല സ്വഭാവ വൈകല്യ ചിന്തകൾ ജഡത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ വരുമ്പോൾ, നമ്മുടെ ചുറ്റുവട്ടം നടക്കുന്ന പലതും നമ്മളെ സ്വാധീനിക്കുവാൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ജഡം അതിനെ എല്ലാം റിസീവ് ചെയ്യും, ചാടി പിടിക്കും. ഈ മനുഷ്യന് വളർച്ചയില്ലാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന അറിയാവോ? ഇതിനെ സെൻസ് ചെയ്യുവാൻ കഴിയാതെ ഇത് നമ്മുടെ കുഴപ്പമാണെന്ന് പലരും ചിന്തിക്കും. കേട്ടോണം. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ പെട്ടെന്ന് ബൈബിളിലെ വചനം ഓർക്കണം. എന്തുവായി സംഭവം? ദുഷ്കാമം. നോക്കാം വാക്കുകൊണ്ട് ഗലാത്യർ 5 വേണ്ടി പറ, ദുഷ്കാമം. അങ്ങനെയുള്ള ഒരു സ്വഭാവം കാണാൻ ഞാൻ പെട്ടെന്ന് പറയുവാണ്, മനസ്സിലാകാൻ വേണ്ടി പറയുക. ഇങ്ങനെ ഒരു സെൻസേഷൻ വരുമ്പോൾ നിങ്ങൾ അതിനെ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അവിടെ നിന്നുകൊണ്ട് കരയുവല്ല ചെയ്യേണ്ടത്. ഇതൊരു ഈവിൾ കമ്പനിയാണ്. നോക്കിക്കേ, ഒരു ഈവിൾ കമ്പനിയാണ്. ഇങ്ങനെ വരുമ്പോൾ പലരും എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പാപചിന്തയിലേക്ക് പോകുന്നവരുണ്ട്. ഇങ്ങനെ വരുമ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയാവോ? ഞാൻ പറഞ്ഞല്ലോ, ക്രൂശിക്കുക എന്ന് പറഞ്ഞാൽ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പവറാണ്. ഇതിന്റെ ഇൻഫ്ലുവൻസ് ഒരു പവറാണ്. ഇതിനെ ഡിസ്ട്രോയ് ചെയ്യുവാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവിൽ നമുക്ക് ലഭിച്ച അനോയിന്റിങ് എന്ന് പറയുന്നത്. അഭിഷേകം നുകങ്ങളെ ഒടിക്കും എന്ന് വചനം പറയുന്നു. അപ്പൊ എങ്ങനെ നിങ്ങളിൽ ഇത് ആക്റ്റീവായിട്ട് വരും? ആക്റ്റീവായിട്ട് വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ശക്തിയും എൻ്റെ മേൽ വ്യാപരിക്കുന്നുണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെയാണ് ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? റോമർ 8 നമ്മൾ വായിച്ചായിരുന്നു. ഞാനിതിനെ മോർട്ടിഫൈ ചെയ്യണം, അതിനെ നശിപ്പിക്കണം. എങ്ങനെയാ? ആത്മാവിനാൽ ജഡത്തിന്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ അതിനെ ജീവിപ്പിക്കും. ഇങ്ങനൊരു ചിന്ത വരുമ്പോ തന്നെ അതിനെ ശാസിക്കാൻ പോകാതെ, പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അമിത ശക്തി എന്നിലേക്ക് നിറയ്ക്കണം. ഓവർഫ്ലോയിങ് അനോയിന്റിങ് എന്നിലേക്ക് നിറയ്ക്കണം. ഇങ്ങനെയുള്ള ചിന്തകൾക്കകത്തു നിന്നും, ഈവിൾ കമ്പനികൾക്കകത്തു നിന്നും, പ്രവൃത്തിയിൽ നിന്നും യേശുവിന്റെ നാമത്തിൽ ഞാനിതിനെ ബ്ലോക്ക് ചെയ്യുന്നു എന്ന് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ. നോക്കിക്കേ, ആത്മാവിനാലാണ് ജഡത്തിന്റെ പ്രവൃത്തികളെ നിങ്ങളല്ല, ആത്മാവിനാലാണ്. കണ്ടോ? അപ്പൊ ഈവിൾ കമ്പനിയും ഹോളി സ്പിരിറ്റിന്റെ കമ്പനിയും ഉണ്ട്. എന്നാൽ ഗലാത്യ സഭക്കാർക്ക് സംഭവിച്ചത്, അവിടെ അവർ ഓർക്കുമ്പോൾ എന്തോ അവർ പ്രവചിക്കുന്നുണ്ട്, രോഗികളെ സൗഖ്യമാക്കുന്നുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കുന്നുണ്ട്, അവർ നോക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല. പക്ഷെ ശ്രദ്ധിച്ചോണേ, അവർക്ക് പറ്റിപ്പോയതൊരു കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. അതിനെ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ജഡത്തിൽ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുവാൻ തുടങ്ങി. അതിനെ ഇടിച്ചു കളയുന്നില്ല. ആമേൻ. അപ്പൊ നമ്മളിൽ ഇങ്ങനെ ഉയർന്നു വരുന്ന ചിന്തകളെ, യൂദയുടെ മനസ്സിന്റെ അകത്ത് പണത്തോടൊരു ആഗ്രഹം വന്ന്, എന്റെ ചിന്തയാണേ, എന്റെ യേശുവേ, എനിക്ക് ഈ പണസഞ്ചി കാണുമ്പോൾ ഭയങ്കര കൈവിറക്കുക, ഇതിന് പൈസ കട്ടെടുക്കാൻ ടെൻഡൻസി ഉണ്ട്, അടിച്ചു മാറ്റാൻ തോന്നുക, എനിക്ക് ഭയങ്കര പണക്കൊതിയാ, എന്റെ യേശുവേ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ യേശുവിനെ സഹായിച്ചേനെ. പക്ഷെ സബ്മിറ്റ് ചെയ്തില്ല. കേട്ടോണേ, സബ്മിറ്റ് ചെയ്യുന്നില്ല. യൂദയുടെ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്നു വെച്ച് കഴിഞ്ഞാൽ, താൻ 30 വെള്ളിക്കാശിന് യേശുവിന് ഒറ്റ കൊടുത്തു, പിന്നെ തനിക്കൊരു കുത്തുകൊണ്ട് ഇത് വേണ്ടായിരുന്നു, പക്ഷേ താൻ യേശുവിൻ്റെ ഒക്കെ പോയിട്ട് മടങ്ങിപ്പോയി, എനിക്ക് തെറ്റുപറ്റിയെന്ന് പറഞ്ഞില്ല, പകരം 1 മുഴം കയറയിൽ അവസാനിപ്പിച്ചു. പക്ഷെ പത്രോസ്ലീഹായോ, താൻ ചെയ്തത് ഇതിനേക്കാൾ വലിയ തെറ്റാ. 2 പേരും ഒരേ തെറ്റാ ചെയ്തത്. ഒരാൾ പൈസ മേടിച്ചുവെങ്കിൽ മറ്റേയാൾ പൈസ മേടിക്കാതെ യേശുവിനെ അറിയത്തില്ലെന്ന് പറഞ്ഞു കൊടുത്തു.
പക്ഷെ പത്രോസ്ലീഹ കുത്തുകൊണ്ടിട്ട് പറഞ്ഞു, കർത്താവേ എന്നോട് ക്ഷമിക്കണം. തിരിച്ച് ദൈവസന്നിധിയിലേക്ക് മടങ്ങി വന്നു. ഇതാണ് സബ്മിഷൻ. നിങ്ങളൊരു കാര്യം ഓർത്തോണം, നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന ജഡത്തിന്റെ പ്രവർത്തികൾ വരുമ്പോൾ അതിനെ നിങ്ങൾ ബലം പിടിച്ച് ഓടിക്കാൻ നോക്കരുതേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ അമിത ശക്തി എന്നിൽ നിറച്ച് അതിൻ്റെ നുഖങ്ങളൊക്കെ ഒടിച്ചുപോയി. അവിടെ ആരാണോ ഈ കമ്പനി, അതിനെ ഞാനിപ്പോൾ ഡിസ്ട്രോയ് ചെയ്യുന്നു. കണ്ടോ, വരും ദിവസങ്ങളിൽ നമ്മളിത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞതാണ്, നമുക്ക് പലർക്കും സെൻസ് ചെയ്യുന്ന ഒരു സംഭവമാണിത്. ഇനി രണ്ടാമത്തെ ഒരു സംഭവമാണ് ജഡത്തിന്റെ പ്രവൃത്തി, ദുർനടപ്പുകൾ. വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ പകയും പിണക്കവും ഒക്കെ. ശ്രദ്ധിച്ചിട്ടുണ്ടോ? പക, പിണക്കം. എൻ്റെ പ്രിയരെ, ആരോടെങ്കിലും വിശ്വാസത്തിൽ വന്നിട്ട് നിങ്ങൾക്ക് പിണക്കങ്ങളോ പകയും ഇപ്പോഴും കോംപ്രമൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉറപ്പിച്ചോ, പിശാചിന് നിങ്ങളെ വിട്ട് പോകാൻ കഴിയത്തില്ല. ഈവിൾ കമ്പനി നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് നിങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നറിയാവോ? ഇത് നിങ്ങളെ ദൈവരാജ്യത്തെ അവകാശമാക്കാതിരിപ്പാൻ തക്കവണ്ണം പുറകോട്ട് വലിക്കും. കണ്ടോ, പൗലോസ് പറഞ്ഞ വാക്ക് കണ്ടോ? ഇങ്ങനെയുള്ളവർ, ഇങ്ങനെ പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്ന് മുമ്പേ പറഞ്ഞതുപോലെ കണ്ടോ, മുമ്പേ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ. മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോഴും ഞാൻ പറയുക, ശ്രദ്ധിച്ചോണം. അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ വരുമ്പോൾ, ചിന്തകൾ വരുന്നതിന്റെ പിന്നിലെ കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെ പൗലോസ്ലീഹ പറയുകയാണ് ക്രൂശിക്കണം. എങ്ങനെയാ ക്രൂശിക്കാന്ന് പറയുന്നത്? സിമ്പിളാണ്. പരിശുദ്ധാത്മാവേ, അപ്പൊ ഇവിടെ മനസ്സിലാക്കണം, നമുക്കൊരു കമ്പനി ഉണ്ട് പരിശുദ്ധാത്മാവുമായിട്ട്. പരിശുദ്ധാത്മാവ് തരുന്ന ഫലമാണ് സ്നേഹം. നമുക്ക് ആരെങ്കിലും, ഞാൻ ചോദിച്ചോട്ടെ, ദൈവം സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റൂ? ഇല്ല. അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. ഗലാത്യ ലേഖനം പറയുന്നു, ആത്മാവിന്റെ ഫലവോ സ്നേഹം, സന്തോഷം, നോക്കിയേ, സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, നോക്കിയേ, ദീർഘക്ഷമ, പരോപകാരം, ദയ, വിശ്വസ്തത, ഇന്ദ്രിയ ജയം. ഇത് പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ടാണ്. ഇത് വരുന്നില്ലെങ്കിൽ പ്രാർത്ഥിക്ക്, പരിശുദ്ധാത്മാവേ എനിക്ക് ഇച്ചിരി ഫലം കുറവാ കേട്ടോ, എനിക്ക് സ്നേഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല, എനിക്ക് സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദീർഘക്ഷമ ഒട്ടും കിട്ടുന്നില്ല, എനിക്ക് ദയ ഇപ്പം ഇല്ല ബ്രദറെ, എനിക്ക് പരോപകാരം ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വിശ്വസ്തയോടെ നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് സൗമ്യത കിട്ടുന്നില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവെ കൂടുതൽ എനിക്ക് ഫലം വേണം. കണ്ടോ, അതിനെന്ത് ചെയ്യണം? പരിശുദ്ധാത്മാവിന്റെ കമ്പനി നമുക്ക് ആവശ്യമാണ്. ഈവിൾ കമ്പനി, ഞാൻ ഈവിൾ കമ്പനി ബാക്കി കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, കൂടുതൽ മനസ്സിലാക്കാം. ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി പോവാം. നന്ദി യേശുവേ, നന്ദി എല്ലാവരും എൻ്റെ കൂടെ ഇന്ന് പ്രാർത്ഥിച്ച പരിശുദ്ധാത്മ. ഇന്ന് ഇച്ചിരി സമയം ഇച്ചിരി നീണ്ടുപോയാലും സാരമില്ല, ശ്രദ്ധിച്ചോണേ. വലിയ കാര്യമാണ്, ഈ ദിവസങ്ങളിൽ മറന്നു പോകരുത്. യൂദയ്ക്ക് സംഭവിച്ചത് ഞാൻ ഇന്ന് വചനം ധ്യാനിച്ചപ്പോൾ ഓർക്കുമായിരുന്നു, ദൈവമേ എങ്ങനെയാണ് മത്സ്യത്തിന്റെ വായിൽ മിറക്കിൾ മണി വന്നത്? യേശു പറഞ്ഞു തരത്തില്ലേ? നിങ്ങൾ പറ, യേശു പറഞ്ഞു കൊടുക്കോ ഇല്ലയോ? അതൊരു സീക്രട്ടാണ് യേശു പറയുവോ? പറഞ്ഞു കൊടുക്കും. പക്ഷെ യൂദയ്ക്ക് ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം യൂദ യേശുവിന്റെ കൂടെ ഇരിക്കുമ്പോഴും താൻ എവിടെയൊക്കെയോ കറങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് തന്നെ കൺവിൻസ് ചെയ്തെടുക്കുവാൻ പലർക്കും പറ്റിയത്. ബൈബിൾ ഒരു വാക്യമുണ്ട്, യൂദയുടെ ഹൃദയത്തെ പിശാച് കവർന്നെടുത്തു. എങ്ങനെ? പരീശന്മാരിലൂടെ. ചിലപ്പോൾ ഞാൻ ചിന്തിക്കുക, ഈ പരീശന്മാരുടെ കൂട്ടത്തിൽ യൂദയുടെ ഒരു കൂട്ടുകാരൻ കണ്ടേ, കിടമോനെ ഇങ്ങി വന്നേ, നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചതല്ലേ, ഇങ്ങി വാ, എൻ്റെ ഒരു ഗുരുവുണ്ട്, എന്തോ സംസാരിക്കാനുണ്ട്, അങ്ങ് വാ. കണ്ടോ, ഓടി വന്നൊരു പരീശൻ വിളിച്ചാൽ യൂദ പോകത്തില്ല. അവിടെ ഒരു ശാസ്ത്രി വന്നിട്ട് പറയും, ഇങ്ങ് വന്ന യൂദ ഒരു കാര്യം പറഞ്ഞിട്ട്, പുള്ളി പോകത്തില്ല. യേശുവേ എന്നെ ഏതാണ്ട് പരീശൻ വിളിക്കുന്നു എന്ന് പറയും അല്ലേ? പക്ഷെ യൂദയെ ക്യാൻവാസ് ചെയ്യുവാൻ കഴിയുന്ന ഏതോ ഒരു വ്യക്തി അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തിയിലൂടെ ആയിരിക്കാം യൂദ അങ്ങോട്ട് പോയത്. അപ്പൊ ഇങ്ങനെ ചിലപ്പോൾ യൂദയുടെ ഭാര്യ ആയിരിക്കാം, യൂദയുടെ മക്കളായിരിക്കാം, യൂദയുടെ സഹോദരങ്ങളായിരിക്കാം, ചിലപ്പോൾ സ്കൂളിൽ പഠിച്ച കൂട്ടുകാരനായിരിക്കാം, ചിലപ്പോൾ കൂട്ടുവിശ്വാസികളായിരിക്കാം. എവിടെയോ ഒരു ഈവിൾ കമ്പനി ഉണ്ട്. കണ്ടോ? അപ്പൊ ആരുടെയെങ്കിലും പകയുണ്ടെങ്കിൽ എവിടുന്നൊക്കെയോ ഈവിൾ കമ്പനി ഉണ്ട്. ഭയങ്കര ആത്മാവിൽ ആരാധിക്കപ്പെടും. ബ്രദറെ എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല അവരോട്. ഈവിൾ കമ്പനിയായിട്ട് എവിടെയൊക്കെ കണക്ഷൻ ഉണ്ട് നിങ്ങൾക്ക്. അത് മുറിക്കണം. അതെങ്ങനെ മുറിക്കാൻ പറ്റും? ചുമ്മാ ഇത് ചിന്തിക്കുക, ആരാ എൻ്റെ കൂടെ വന്ന് ഈ കുറ്റമൊക്കെ പറയാൻ നിൽക്കുന്നത്? അവരെ ആദ്യം ശ്രദ്ധിച്ചോണം. ആമേൻ. അവരെ ശ്രദ്ധിച്ചോണം. അങ്ങനെയുള്ള കമ്പനികളിൽ നിന്നും പുറത്തു വരണം. അല്ല എങ്കിൽ പൗലോസ് പറയുന്ന ഫെലോഷിപ്പിൽ നിന്ന് പുറത്തു പോകും. ആസാരം, പുളിമാവ് ആ പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നു. ലോർഡ് ജീസസ്, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, ഇന്നെല്ലാവരും പ്രാർത്ഥിച്ചു. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും കർത്താവിൻ്റെ ഹിതമല്ലാത്ത കമ്പനികൾ ഉണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോട്ടെ. ആസാരം പുളിമാവ് മതി കേട്ടോ, പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കും.
ഇന്ന് കൊരിന്ത്യ ലേഖനം നാം പഠിക്കുമ്പോൾ മനസ്സിലാക്കണമേ, ഒരു കൃപാവരത്തിനും കുറവില്ലാത്തവരെ പറ്റി പറയുക, നിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ജഡത്തിന്റെ പ്രവൃത്തിയുള്ളത്. അതിന്റെ കാരണം നിങ്ങളിപ്പോൾ കർത്താവിന്റെ കൂട്ടായ്മയിൽ നിന്ന് മാറി ഈവിൾ കമ്പനിയുമായിട്ടിരിക്കുന്നു. അവർക്ക് മനസ്സിലായില്ല പൗലോസ് പറയുന്നത്. അവസാനം ജഡസംഹാരത്തിന് വേണ്ടി സാത്താനെ ഏൽപ്പിച്ചു എന്ന് വചനത്തിലുണ്ട്. കൊരിന്ത്യ സഭയോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എല്ലാവരും സമർപ്പിച്ച കർത്താവേ, സമർപ്പണ മനോഭാവം വേണേ കർത്താവ്. എന്തെങ്കിലുമൊക്കെ മനസ്സിന്റെ അകത്ത് ഭാരങ്ങളോ ദൈവഹിതമോ ചിന്തവന് ശാസിക്കാൻ പോകരുത് പരിശുദ്ധാത്മാവേ. അതാണ് ഒബേ എന്നൊരു വാക്ക് മറക്കുക. വോക്ക് ഇൻ ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾ ആത്മാവിൽ നടക്കുക. ആത്മാവിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവിൽ എന്നെ നടത്തുന്നയാളാണ്. യേശു പറഞ്ഞു, ഞാൻ പോയ ശേഷം കാര്യസം വരും, നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തുന്നയാള് പരിശുദ്ധാത്മാവ്. ജീസസ്. ഇന്നെല്ലാരോടും ക്ഷമിക്കണമേ. ഈ പക വെച്ചുകൊണ്ടിരുന്നാൽ പിശാചിന് കയറാൻ എളുപ്പമാണ്. പകയ്ക്കകത്തൂടെ അവൻ അകത്തോട്ട് കയറും. നിങ്ങളെ എന്ത് ചെയ്യും? അറക്കാനും മുടിക്കാനും വരുന്ന അവന്റെ ഡോറുകളെ അടയ്ക്കാൻ പോവാ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ലോർഡ് ജീസസ്. റൂഭ ലാഫ റാന സീബ ലാഥേ സമൽബാര ദേദി മസ്കെനാല ഗന്ധേര. അഭിലാഷ് എന്ന് പറയുന്ന വ്യക്തി, ഒരു കർത്താവ് എന്നെ കാണിക്കുക, ജൂൺ മാസവുമായിട്ട് കുടുംബത്തിന് ഒരു ബന്ധമുണ്ട്. അഭിലാഷിന്റെ ഭവനം ജൂൺ മാസവുമായിട്ട് കണക്ഷൻ ഉള്ളത്. അത് ഏത് ഭവനമാണോ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ കർത്താവിന്റെ ഒരു പ്രവൃത്തി ഇന്നവിടെ വെളിപ്പെടാൻ വേണ്ടി, അഭിലാഷിന്റെ ഭവനം ജൂൺ മാസവുമായിട്ട് ബന്ധമുള്ള അഭിലാഷിന്റെ ഭവനം ഏതാണോ, ഇൻ ദ നെയിം. എന്റെ മോക്കടെ ഭർത്താവാണ്. ജൂണ് മോക്കടെ കൊച്ചാണ്. മൂത്ത കൊച്ചിന്റെ ജന്മമാസമാണ് ജൂൺ മാസം, ജൂൺ 15-ാം തീയതി. അഭിലാഷിന്റെ കൊച്ചിന്റെ അഭിലാഷിന്റെ കൊച്ചിന്റെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇന്ന് കർത്താവ് ആ കുടുംബത്തിന്റെ മേൽ അഭിലാഷിനെ ദൈവം സ്പർശിക്കുക. ഓ ഹോളി പറഞ്ഞു. എന്റെ സഹോദരന്, എനിക്കൊരു സഹോദരനേ ഉള്ളൂ. അവന്റെ പേര് അഭിലാഷ് എന്നാണ്. ജൂണിലാണോന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞോളാം. കൺഫേം ചെയ്യണം സിസ്റ്ററെ, കൺഫേം ചെയ്യണേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. ഞാൻ ഇന്ന് അഭിലാഷിനെയും ആ കുഞ്ഞിനെയും പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഓ ലോർഡ് ജീസസ്. ഷബൽഹാറമനസി. ഇപ്പൊ പറഞ്ഞ ആ അഭിലാഷും ഈ കൊച്ചു മകനും ഉണ്ടെന്ന് പറഞ്ഞ സഹോദരി അത് കേൾക്കുന്നുണ്ട് തന്നെ. സഹോദരി ഒഴികെ ബാക്കി പേര് ആര്യ. സഹോദരി ഒഴികെ മോളാണ്. മോള 12 വയസ്സായി. ഓക്കെ. ആര്യനന്ദ. കേട്ടെ. പേര് പറയണ്ട. ഇനി പേരൊന്നും പറയണ്ട. ബാക്കി എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാൻ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ കർത്താവേ, ആ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഞാൻ ഇന്ന് ബ്ലസ് ചെയ്ത് ആ ഭവനത്തെ പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ, ഞങ്ങളുടെ വലിയ കൃപ ആ ഭവനത്തിന്റെ മേൽ സംഭവിക്കട്ടെ. ഓ ഹോളി സ്പിരിറ്റ്, ഓ ഹോളി സ്പിരിറ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. റൂഭ റാല ഫീറാസ് ദീമ റാഖനിയ, ആ കുടുംബത്തിന്റെ മേൽ എല്ലാ കർത്താവേ ദൈവപ്രവൃത്തിയും ഉണ്ടാകട്ടെ. സിസ്റ്റർ, എന്റെ ഉള്ളത്തിൽ 2 കാര്യങ്ങളെ കർത്താവ് വെളിപ്പെടുത്തുവാണ്. എന്റെ ഉള്ളത്തിൽ ഇങ്ങനെ പറയുന്നത്, ഇന്ന് 2 വ്യക്തികളെ, ഗംഗയെന്നും പറയുന്നതും ഗീതയെന്നും പറയുന്ന വ്യക്തികളെ ഈ കുടുംബവുമായിട്ട് കണക്ട് ചെയ്ത് പ്രാർത്ഥിക്കുവാൻ എൻ്റെ ഉള്ളത്തിലേക്ക് പറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ഞാനിതിനെ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദൈവത്തിന്റെ കരം ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ വെളിപ്പെടുന്നല്ലോ. അത്ഭുതകരമായ പ്രവർത്തികളെ സംഭവിക്കുന്നല്ലോ. വലിയ മാറ്റത്തെ റിലീസ് ചെയ്യുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, എല്ലാവരും പ്രാർത്ഥിച്ചോണേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ ഇന്ന് നമ്മുടെ നടുവിൽ കർത്താവ് ചെയ്യും. പരിശുദ്ധാത്മാവേ, ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഹൂറ പാല ഷമൻ കാറസ് പെനേരിയ ഷൽഭന റമ ഖസാഫൻ എലീബ റസീമ ഷലാന്തിരിയ. ഒരു ബാഗിന്റെ അകത്ത് ആൽബിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ, എന്തോ ഒരു സംതിങ്, ആൽബിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേപ്പർ കുടുംബത്തിന്റെ അകത്ത് ആൽബിന്റെ ബാഗിലല്ലാതെ ആൽബിന്റെ മാതാവിന്റെ ബാഗിന്റെ അകത്ത് കിടക്കുന്ന അവന്റെ ഫോട്ടോയുള്ള ഒരു സംഭവം, ഒരു പ്രൂഫ് ആൽബിന്റെ ആ കുടുംബത്തിൽ തന്നെ ഒരു മാതാവിന്റെ ബാഗിന്റെ അകത്ത് കിടക്കുക. അത് ഏത് വീട്ടിലാണോ അത് കിടക്കുന്നത്, അത് ഏത് ബാഗിലാണോ അത് കിടക്കുന്നത്, ഇപ്പോൾ തന്നെ
യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ തലമുറയുമായി ബന്ധപ്പെട്ട് ആൽബിന്റെ തലമുറയുമായിട്ട് കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന് മകനെ ദൈവം തൊടാൻ വേണ്ടി പോവാം. ഹലോ ബ്രദറെ. പറഞ്ഞോ. ഹലോ, എന്റെ മോന്റെ പേര് ആൽബിൻ എന്നാണ്. അവന്റെ ഫോട്ടോയും അവന്റെ സ്കൂളിൽ പഠിച്ചതിന്റെ ഒരു ഇതുണ്ട്, എന്റെ കാർഡുണ്ട്, ID കാർഡും ഉണ്ട്. അതെവിടെയാ കിടക്കുന്നത് സിസ്റ്ററെ? എന്റെ ബാഗിനകത്ത്, എന്റെ ഒരു ബാഗിനകത്ത്, വേറൊരു ബാഗിനകത്ത് ഞാൻ വെച്ചിരിക്കുവാണ്, എന്റെ പേഴ്സിനകത്ത്. ഓക്കെ കർത്താവ് എന്നെ ആ ബാഗ് അതായത് ആൽബിന്റെ ഫോട്ടോ ഉള്ളതാണ് അതിന്റെ അകത്ത്. അതെ അതെ. ഓ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യുന്നു. എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയാം ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ആൽബിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അടയാളം കർത്താവ് എന്നെ കാണിച്ചത് ആൽബിന്റെ മാതാവിന്റെ ബാഗിന്റെ അകത്ത് അവന്റെ ഫോട്ടോ പതിപ്പിച്ചൊരു ID അതിൻ്റെ അത് കിടപ്പുണ്ട്. ആ ബാഗുള്ള ആൽബിന്റെ ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. സിസ്റ്ററുടെ ഭവനമാണോ അത്? ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, എന്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു നവംബർ മാസം വലിയൊരു ടേണിംഗ് ഉണ്ടാകാൻ വേണ്ടി പോവാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് വലിയൊരു കണക്ഷൻ നവംബർ മാസമുണ്ട്. ഓ ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സിസ്റ്ററെ, ഈ നവംബർ മാസം എന്നെ എഴുതി കാണിച്ചുകൊണ്ടിരിക്കട്ടെ. നവംബർ ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് റിലീസ് ചെയ്യുന്നപ്പ ദൈവത്തിന്റെ അത്ഭുത കരം ഇന്ന് കർത്താവിൽ വെളിപ്പെടുക. ഞാൻ അവനെ പൊതിഞ്ഞു പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ അവന്റെ മേൽ നിന്നും മാറിപ്പോകട്ടെ. എല്ലാ ഡോറുകളെ ഞാൻ അടച്ചു പ്രാർത്ഥിക്കുന്നപ്പ പിശാച് നിനക്ക് കയറാൻ കഴിയാതെ വണ്ണം, തലമുറയെ അപഹരിക്കാൻ കഴിയാതെ വണ്ണം എല്ലാ ഡോറുകളെയും അടച്ചു പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ നവംബർ മാസം വലിയൊരു സാക്ഷ്യം വെളിപ്പെടാൻ വേണ്ടി പോട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും നന്ദി പറഞ്ഞാട്ടെ. യേശുവെ, എല്ലാവരും ഈ സമയത്ത് മൈക്ക് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ഈ കൃപാവരത്തിന്റെ ഒരു പ്രത്യേകത ഞാൻ എപ്പോഴും പറയുന്നതാണല്ലോ, ദൈവം തന്ന ഈ പ്രവചന വരത്തിന്റെ ഒരു പ്രത്യേകത അനേകരെ സഹായിക്കാൻ വേണ്ടിയുള്ളതാ, അനേകരെ സഹായിക്കാനുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച കർത്താവെ എനിക്കത് പ്രയോജനപ്പെടണമേ, എന്നോട് കർത്താവെ എന്നെ സഹായിക്കണമേ. അതാണ് കൃപാവരങ്ങളുടെ ഗുണം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. എല്ലാവരും ഇന്ന് കേട്ട വചനം പോലെ ഈവിൾ കമ്പനികളെല്ലാം മാറിപ്പോട്ടെ. എല്ലാവരും പ്രാർത്ഥിച്ച പരിശുദ്ധാത്മാവേ, ജീസസ് ക്രൈസ്റ്റ്. ലൊമാറാസ് പീഠ മഫോർ ലസിമന ഹർബോ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. എൻ്റെ ഉള്ളത്തിൽ കർത്താവ് എന്നെ കാണിക്കുന്നു ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജോർജിനെ ദൈവം ഇത് ഈ ബോംബെയുമായിട്ട് കണക്ഷനുള്ള ഒരു ജോർജിന്റെ ഭവനം. ഞാൻ ആ ജോർജിനെ കാണിക്കുമ്പോൾ തന്നെ മുംബൈ, അതായത് ബോംബെ പട്ടണവുമായിട്ട് എന്തോ ഒരു ബന്ധം ആ വ്യക്തിയുമായിട്ട് ഞാൻ കാണുക. ആ കുടുംബത്തിൻ്റെ അകത്ത് ഞാനൊരു കാഴ്ച ഇങ്ങനെ കാണുന്നു. ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കുറേ നാളുകളായിട്ട് മുടങ്ങിപ്പോയ ഒരു നന്മ നിങ്ങൾക്ക് വേണ്ടി അവിടുന്ന് തന്നെ ഒരു വ്യക്തിയിലൂടെ റിലീസാകാൻ വേണ്ടി പോവുക. ആരാണോ അത് ജോർജുമായി ബന്ധപ്പെട്ട് ബോംബെയുമായിട്ട്, ആ മുംബൈ എന്ന് പറയുന്ന പട്ടണം, ആ ഒരു മഹാരാഷ്ട്ര ബോംബെ ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കണക്ഷനും ഉണ്ട് ഈ ജോർജിന്. ലോർഡ് ജീസസ് പറഞ്ഞു. എന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടാണ് ജോർജ്. പുള്ളി ബോംബെയിലായിരുന്നു, വീടുണ്ട് ബോംബെയില്. ഇന്ന് ആ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവ് വലിയൊരു ബ്രേക്ക് ത്രൂ ചെയ്യാൻ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണേ. ഓ റമകലസിയാന്തരി, ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ. ലോർഡ് ജീസസ്, എല്ലാവരും പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവേ അങ്ങയുടെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നല്ലോ. ജീസസ്. ഹലോ ബ്രദറെ, എന്റെ ഹസ്ബൻഡിന്റെ ചേട്ടൻ ബോംബെയിലായിരുന്നു, ഇപ്പം മരിച്ചുപോയി. ഇപ്പൊ സിസ്റ്ററെ ജീവനോടിരിക്കുന്ന ഒരാളുമായിട്ട് ബന്ധപ്പെട്ടതാണേ. അത് അവിടുന്ന് ഒരു വാർത്ത, ഒരു ബ്ലെസ്സിങ്ങിനെ തുറക്കാൻ വേണ്ടിയുള്ളതാണ്. വർഷങ്ങളായിട്ട് അടഞ്ഞതാണ്, പക്ഷെ അത് തുറന്നു വരും. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഇന്ന് ബ്ലെസ് ചെയ്യുന്നപ്പ കർത്താവെ ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ബ്ലെസ്. അതോടൊപ്പം തന്നെ ആലപ്പുഴയിൽ നടക്കാൻ പോകുന്ന 20-ാം തീയതിയിലെ പ്രാർത്ഥനയെ ഓർത്ത് പ്രാർത്ഥിക്കണം. അത് വലിയൊരു പ്രവൃത്തി ഉണ്ടായി. 27-ാം തീയതി ഈസ്റ്റ് ഹാമിൽ, UK ഈസ്റ്റ് ഹാമിൽ നടക്കുന്ന മീറ്റിങ്ങിനെ ഓർത്ത് അനേക ദേശം പട്ടണത്തെ തൊടുന്ന രീതിയിൽ പരിശുദ്ധാത്മാവിന്റെ വീര്യപ്രവൃത്തികൾ കാണും നമ്മൾ കേട്ടോ. കാണും, അങ്ങനെ തന്നെ പറയുള്ളൂ. കാണണമല്ല, കാണിക്കണമെന്നല്ല, കാണും. വിശ്വാസം എന്നത് വാശിക്കുന്നുണ്ടോടൊപ്പം കാണാത്ത കാര്യങ്ങളുടെ ഉറപ്പാണ്. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാവുള്ള.
ലോർഡ് ജീസസ്. എല്ലാവരും പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഈ ശരീരത്തിന്റെ ജോയിന്റുകൾക്കകത്ത് പെയിൻ ഉള്ളവർ കൈയെടുത്ത് വെക്കാവോ? കാലിനും കൈക്കും ജോയിന്റുകൾക്കകത്ത് പെയിൻ ഉള്ളവർ കൈയെടുത്ത് വെക്കാവോ? കൈയെടുത്ത് വെച്ചിട്ടൊന്ന് കൽപ്പിക്കാവോ? യേശുവിന്റെ രോഗത്തെ വഹിച്ചതാ, കർത്താവ് എൻ്റെ വേദന ചുമന്നതാ, കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൽപ്പിച്ച് നിർത്തരുത്. ഞാൻ ഇടയ്ക്ക് ചോദിക്കും. ഇന്ന് ആ രോഗശക്തികൾ ഇറങ്ങി ഓടാൻ വേണ്ടി പോവാ. ആ രോഗത്തിന്റെ ദുരാത്മാക്കൾ നിങ്ങളുടെ ശരീരം വിട്ട് മാറും. യേശുവിൽ എനിക്ക് സൗഖ്യം. ഇപ്പൊ ആരും മ്യൂട്ട് മാറ്റി പറയണ്ട. കൽപ്പിച്ച് നിർത്തരുത്. കൽപ്പിച്ചോണം. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഞാനൊരു അലോഷി എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. ഞാൻ അലോഷിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം അലോഷിയുടെ ഭവനത്തിൽ ചാക്കോ എന്ന് പറയുന്ന ഒരു പിതാവിനെ കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ ആ ഒരു ഭവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാനൊരു ഫോട്ടോ, ഇച്ചിരി പഴക്കമുള്ളൊരു ഫോട്ടോ ഞാൻ കാണുവാണ്. ആ വീടിൻ്റെ അകത്തൊന്ന് തപ്പണം. ഈ ടൂറിസ്റ്റ് ബസ്സിന്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു ചിത്രം, അങ്ങനെ ഒരു ചിത്രം ആ ഭവനത്തിൽ ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ആ ചിത്രത്തിൻ്റെ അകത്ത് അത് ഇച്ചിരി പഴക്കമുള്ളൊരു ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആ കുടുംബവുമായിട്ട് കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയും കൂടെ അതിൻ്റെ അകത്ത്. ആ ഫോട്ടോയ്ക്കകത്ത് ഒത്തിരി പേരുണ്ടെങ്കിലും ആ ഫോട്ടോയ്ക്കകത്ത് നിൽക്കുന്ന വ്യക്തി ആ കുടുംബവുമായിട്ട് കണക്ഷൻ ഉള്ളതാണ്. ഈ രണ്ട് ഭവനങ്ങളെയും ചേർത്തുള്ളത് കർത്താവിൻ്റെ ഒരു പ്രവൃത്തിയെ ദൈവം ചെയ്യാൻ വേണ്ടി പോവുക. ഏതാണോ അലോഷിയുടെ ഭവനം, ഇപ്പോൾ തന്നെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് സ്വീകരിച്ചോണെ. ആ രണ്ട് ഭവനങ്ങൾക്കകത്തും ഒരേപോലെ നിൽക്കുന്ന ഒരു തടസ്സം ഇന്ന് നീങ്ങാൻ വേണ്ടി പോവുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഇപ്പോൾ തന്നെ ഞാൻ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശ നശിക്കും. അവൻ പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഞാൻ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി നന്ദി പറയുന്നപ്പ ആ ഭവനം വിടിവിക്കപ്പെടട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. കർത്താവിൻ്റെ അത്ഭുത കരം ഇന്ന് വെളിപ്പെടാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. അതോടൊപ്പം തന്നെ കർത്താവ് എന്നെ ഒരു ഭവനം കാണിക്കുക. ഈ ജെറിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കർത്താവ് എന്നെ കാണിക്കുന്നത്. ഈ ജെറിന് വേണ്ടി ആ ഭവനത്തിൻ്റെ അകത്ത് പ്രാർത്ഥിക്കുവാൻ കർത്താവിനോട് പറയാം. ജെറിൻ്റെ ഭവനത്തിൻ്റെ അകത്ത് ഈ വരുന്ന മാസങ്ങൾ, അതായത് ഈ വരുന്ന 3 മാസം അതിൻ്റെ അകത്ത് ഈ വലിയൊരു ദൈവപ്രവർത്തിക്ക് വേണ്ടി ഒരുക്കാൻ വേണ്ടി പോവാം. 3 മാസം പ്രാർത്ഥന അനിവാര്യമാണ്. ജെറിൻ്റെ ഭവനം ഏതാണോ ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. ജെറിൻ്റെ ഭവനം ഈ വരുന്ന 3 മാസം പ്രാർത്ഥന അനിവാര്യമായ സമയമാണ്. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കേണ്ട സമയമാണ്. അത് എലിസബത്താണ്. എന്റെ മാന്റെ പേര് ജെറിന്. ഈ ദിവസങ്ങളിൽ കുഞ്ഞിന് വേണ്ടി ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണ്. സിസ്റ്റർ, ഈ 3 മാസം ശരിക്കും നിങ്ങൾ പ്രാർത്ഥിച്ചോണം. 3-ാം മാസം കഴിഞ്ഞ് 4-ലോട്ട് കയറുമ്പോൾ അവനുമായി ബന്ധപ്പെട്ട വലിയൊരു ദൈവത്തിലുണ്ട് പ്രവർത്തനം. അതായത് ആള് മാറിയവനെ പോലെ ആക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു. എന്റെ അനിയത്തിയുടെ മോന്റെ പേര് ജെറിൻ എന്നാണ്. ഈ ഡിസംബർ മാസവുമായിട്ട് ബന്ധമുള്ള ഭവനം ഏതാ? ഡിസംബർ മാസവുമായിട്ട് ഈ ജെറിന്റെ ഭവനത്തിനൊരു കണക്ഷൻ ഉണ്ട്. ആ ഒരു ഭവനമേ എന്റെ അനിയന്റെ വൈഫാണ് ജെറിൻ. അവള് ഡിസംബറിലുള്ളതാ. അതെ. ആ ഭവനം യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ചോണേ. കർത്താവിന്റെ വലിയ പ്രവൃത്തിക്ക് വേണ്ടി തമ്പുരാൻ വേർതിരിക്കാൻ വേണ്ടി പോവാ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഞാനൊരു വ്യക്തിയുടെ ഒരു അടയാളമായിട്ട് എന്നെ കാണിക്കുക. നമ്മൾ ഈ തുണിയുടെ ഒരു ഭാഗം അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ള ചെറിയൊരു തുണിയുടെ ഒരു പോർഷൻ, ഒരു ഭാഗം ഇളം മഞ്ഞ കളറുള്ള, കടുമഞ്ഞല്ല, ഒരു മഞ്ഞ ഷെയ്ഡാണ് അതിനുള്ളത്. അതിൻ്റെ ചെറിയൊരു ഭാഗം ഒരു ബാഗിൻ്റെ അകത്ത് കിടക്കുക. കട്ട് ചെയ്തിട്ടുള്ളൊരു ഭാഗമാണ്. ഒരു ബാഗിൻ്റെ അകത്ത് കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടയാളമായിട്ട് ഞാൻ ആ ബാഗ് കാണുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ഈ നമ്മൾ കയ്യെ കെട്ടുന്ന വാച്ച്, കയ്യെ കെട്ടുന്നതല്ലാതെ അതേപോലെ സ്ട്രാഫ് ഉള്ളത് വേറൊരെണ്ണം ബാഗിൽ കിടപ്പുണ്ട്. ഇതേ ഒരു അടയാളമായിട്ട് കാണുവാണ്. അത് ഏത് വ്യക്തിയുടെയാണോ ഇപ്പോൾ തന്നെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ നിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവെ, ആ വ്യക്തിയെ കർത്താവ് തൊടും. ആ ബാഗിൻ്റെ അകത്ത് ഈ അടയാളമുള്ള വ്യക്തി ഏതാണോ ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അങ്ങയുടെ പ്രവർത്തിക്കായിട്ട് ഞങ്ങൾ വേർതിരിക്കുവാണ്. ഇതൊരു അടയാളമാണ്.
അനാവശ്യമായിട്ട് സംസാരിക്കുന്നവരെ മൈക്ക് മ്യൂട്ട് ചെയ്യുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് കർത്താവെ, ഞാനിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ആ വ്യക്തി ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണേ. കർത്താവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിങ്ങളെ വേർതിരി. പറയാനല്ലാത്തവരെല്ലാം മൈക്ക് മ്യൂട്ട് ചെയ്യണമേ. നന്ദി യേശുവേ, നന്ദി കർത്താവെ. ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ നിന്ന് പ്രാർത്ഥിക്കുന്നപ്പ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി യേശുവേ, നന്ദി കർത്താവെ, നന്ദി കർത്താവെ. ഈ നവംബർ 13 ജനിച്ച വ്യക്തി ആരൻ? നവംബർ 13 കണക്ട് ചെയ്ത് നവംബർ 13 എന്റെ മോനാ നവംബർ 13 രണ്ടുപേരുടെ നവംബർ 13 മക്കളെ, രണ്ടുപേരും നവംബർ 13. എന്റെ അനിയത്തിയുടെ മകനും നവംബർ 13. കേട്ടെ, ഈ നവംബർ 13 ജനിച്ച ഈ തലമുറ മൂത്ത തലമുറയുള്ളത് ആരാ? മൂത്ത തലമുറ, ഇളയതല്ല. എന്റെ മകനാണ്. സിസ്റ്ററുടെ മോനാ. നവംബർ 13. അതിന് മൂത്ത തലമുറയുണ്ട്. എന്റെ സണ്ണിലോ അല്ല, മൂത്തയാള് ശ്രദ്ധിച്ച്, മൂത്തയാള് നവംബർ 13. മൂത്തയാള് നവംബർ 13. രണ്ടാമത്തെ ആള് മെയ് മാസമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടതാരാ? മൂത്തയാള് നവംബർ 13. രണ്ടാമത്തെ, ബാക്കി എല്ലാരും കട്ട് ചെയ്തേ. മൂത്തയാള് നവംബർ 13. രണ്ടാമത്തെ ആള് മെയ് മാസത്തിൽ ജനിച്ച ഭവനം ഏതാണോ ആ ഭവനത്തിന്റെ അകത്ത് കർത്താവിന്റെ പ്രവർത്തിക്ക് വേണ്ടി ഞാൻ വേർതിരിക്കുന്നു. ഇപ്പോൾ തന്നെ അതിനെ റിലീസ് ചെയ്യുന്നപ്പാ ലോർഡ് ജീസസ്. ആ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ ഭവനം ഏതാണോ ഇപ്പോൾ തന്നെ ഞാൻ യേശുവിന്റെ നാമത്തിൽ റിലീസ് ചെയ്യുന്നു. 2 പേരുടെ മേലും കർത്താവെ കൃപ അങ്ങോട്ട് പൊതിയട്ടെ. യേശുവെ, ഞങ്ങളിന്ന് റിലീസ് ചെയ്യുന്നപ്പാ. നന്മ കൊണ്ട് സ്വർഗം നിറയ്ക്കുന്നല്ലോ. നന്ദി യേശുവെ, നന്ദി കർത്താവെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. ഇപ്പൊ ആ ജോയിന്റ് പെയിനിന് വേണ്ടി കൽപ്പിച്ച ആൾക്കാരിന്റെ അകത്തുണ്ടോ? ജോയിന്റ് പെയിനിന് വേണ്ടി പ്രാർത്ഥിച്ചില്ലായിരുന്നു നിങ്ങൾ? ആ, കൽപ്പിച്ചു പ്രാർത്ഥിച്ചവരുണ്ട്. കൈ അവിടെ വെച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങളുടെ തിരുമുറിവിനാൽ ഇന്ന് സൗഖ്യം വന്നിരിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു, സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു, പൂർണ്ണ വിടുതലിനെ കൽപ്പിക്കുന്നപ്പാ, പൂർണ്ണ സൗഖ്യത്തെ കൽപ്പിക്കുന്നപ്പാ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. ഒന്ന് ചെക്ക് ചെയ്തേ. ഇപ്പൊ പ്രാർത്ഥിച്ചവർ ചെക്ക് ചെയ്തേ. കൈയും കാലും ഒക്കെ ഒന്ന് തിരിച്ചോ, എങ്ങനെയാണോ നമുക്ക് പറ്റുന്ന രീതിയിൽ ഒന്ന് ചെക്ക് ചെയ്തേ. എന്താണ് ശരീരത്തിന്റെ അകത്തുണ്ടാകുന്ന വ്യത്യാസം? ലോർഡ് ജീസസ്, അവര് മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. എന്റെ യേശുവെ, ഞങ്ങൾ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. താങ്ക് യു ജീസസ്. ഒന്ന് ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ചവർ മാത്രം, കൈവച്ച് പ്രാർത്ഥിച്ച ആളുകൾ മാത്രം ഒന്ന് ചെക്ക് ചെയ്തേ. അതോടൊപ്പം തന്നെ ഈ 2 ഭവനങ്ങളെ കർത്താവിനെ കാണിക്കുക. ഈ അമ്മിണി എന്ന് പറഞ്ഞൊരു വ്യക്തിയെ, ഈ റിനി എന്ന് പറയുന്ന ഒരു പേരും, ഈ 2 പേരുകളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭവനത്തെ കർത്താവ് എന്നെ കാണിക്കുക. അമ്മിണി എന്നുള്ളൊരു വ്യക്തിയെ ഞാൻ അങ്ങനെ ആ ഒരു പേരുകാരൻ എനിക്ക് കാണുന്നു. 2 റിനി എന്ന വ്യക്തിയെ ഞാൻ കാണുന്നു. ഇത് രണ്ടുമായിട്ട് കണക്ഷൻ ഉള്ള ഭവനം ഏതാണോ ഇന്ന് ആ ഭവനത്തിന്റെ മേൽ, ഇന്ന് ആ കുടുംബത്തിന്റെ മേൽ കർത്താവിന്റെ നാമത്തിട്ട് ഗുഡ് ന്യൂസിനെ ഞാൻ തുറന്ന് പ്രാർത്ഥിക്കുക. വിഷയങ്ങളെല്ലാം ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ ദുഷ്ടന്റെ ആശകൾ നശിക്കും, അത് പല്ല് കടിച്ച് ഉരുകിപ്പോകും. ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നപ്പ യേശുവിന്റെ നാമത്തിൽ തന്നെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തവനെ. രോഗികളായി ഭാരപ്പെടുന്നവർ, വേദന ഉള്ളവർ എല്ലാവരും ശരീരത്തിന് മേൽ കൈയെടുത്ത് വെച്ച്. ഇന്നൊരു ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ കർത്താവിന്റെ നാമത്തിൽ
എല്ലാവരും കൈ എടുത്തു വെച്ച് എന്ന് കൽപ്പിക്കുന്നപ്പ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്. ഒന്നും ഞങ്ങൾക്ക് ഒരിക്കലും ഒരു ദോഷവും വരുത്തില്ലപ്പാ. ഒന്നും ഒരിക്കലും എന്റെ കൂടെ പറഞ്ഞു, മ്യൂട്ട് മാറ്റണ്ട, മ്യൂട്ട് മാറ്റാതെ തന്നെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്നോട് പറ, യേശു എന്റെ രോഗത്തെ വഹിച്ചു, കർത്താവ് എന്റെ വേദന ചുമന്നു. ഒരു രോഗത്തിനും എൻ്റെ മേൽ അവകാശമില്ല, ഒരു വേദനയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. ദിവ്യ ആരോഗ്യവും ദീർഘായുസുമാണ് എൻ്റെ അവകാശം. ഇപ്പൊ ആ വേദനയുള്ള ഭാഗത്ത് കൈയെടുത്ത് വെക്കാവോ? ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവ്, ആ ഭവനങ്ങളെ ഞാൻ അനുഗ്രഹിച്ചു, ശരീരങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശരീരം യേശുവിന്റെ ശരീരമാണ്. നിങ്ങളുടെ അവയവം യേശുവിന്റെ ശരീരമാണ്. പറ, എൻ്റെ അവയവം യേശുവിന്റെ ശരീരമാണ്. എൻ്റെ ശരീരം യേശുവിന്റെ അവയവമാണ്. എൻ്റെ ശരീരം യേശുവിന്റെ അവയവമാണ്. ഒരു രോഗത്തിനും ഒരു വേദനയ്ക്കും എൻ്റെ മേൽ അവകാശമില്ല. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനകൾ, നീരുകൾ, ബുദ്ധിമുട്ടുകൾ, രോഗശക്തികൾ, ശാരീരികമായി മാനസികമായ രോഗങ്ങൾ, മനസ്സിനെ അലട്ടുന്ന രോഗങ്ങൾ എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കൈയോടെ വെച്ച് ഹീലിംഗ് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആ വേദനകളെ ക്യാൻസൽ ചെയ്യുന്നു, വേദനകളെ ക്യാൻസൽ ചെയ്യുന്നു. കർത്താവ്, വർഷങ്ങളോടുള്ള രോഗത്തെ ക്യാൻസൽ ചെയ്യുന്നു, സൗഖ്യമാക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആ വേദനകളും രോഗങ്ങളും യേശു വഹിച്ചു. ഞങ്ങൾ രോഗിയല്ല, ദിവ്യാരോഗ്യം ദീർഘായുസ്സുകളുടെ അവകാശമാണ്. ആ രോഗശക്തിയെ ഇറക്കി വിടുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ, അങ്ങ് അത്ഭുതം ചെയ്യുന്ന കൃപയ്ക്ക് നന്ദി. പ്രാർത്ഥിച്ചെന്ന് സൗഖ്യത്തെ അയക്കുന്നു. അതുപോലെ തന്നെ സാമ്പത്തികമായി തകർന്നിരിക്കുന്നവർ മിറക്കിൾ മണിയെ റിലീസ് ചെയ്യുന്നു. ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ, ഫിനാൻഷ്യൽ ഡോറുകൾ തുറന്നു വരട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്നല്ലോ. ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഒന്ന് ചെക്ക് ചെയ്ത്, ഒരു നിമിഷം ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കർത്താവിന്റെ വേലയിൽ വിതച്ചവരെ ഒന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ നാമത്തിൽ വിതച്ചവരെ ഞാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ വിതകളെ ബ്ലസ് ചെയ്യുന്നു. അമർത്തി കുലുക്കി കർത്താവ് കവിയുന്ന ഒരളവ് മടിയിൽ വീഴട്ടെ. നന്മയുണ്ടാകട്ടെ, വിശാലത ഉണ്ടാകട്ടെ. എല്ലാ മേഖലയും തുറന്ന് പ്രാർത്ഥിക്കുന്ന പറ, ജോലിയിൽ, ബിസിനസ്സിൽ വായ്പ മേടിക്കത്തില്ല, വാരി വിതറി കൊടുക്കും. ഈ ദിവസങ്ങളിൽ ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ നന്മകളെ ദൈവം ഉപയോഗിക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വർദ്ധിക്കട്ടെ. എടുക്കും തോറും വർദ്ധിക്കും. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഈ സമയത്ത് എനിക്കൊരു മാറ്റം ഉണ്ടെന്ന് പറയുന്ന വ്യക്തികൾ, സാക്ഷ്യമുള്ളവർ, സൗഖ്യം ലഭിച്ചവർ, ആലോചന ഇടപെട്ടവർ വേഗത്തിൽ ചുരുക്കം വാക്കുകളിൽ പെട്ടെന്ന് പറഞ്ഞാട്ടെ. സാക്ഷ്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. പാസ്റ്ററെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കോട്ടയത്തെ ഒരു സുഹൃത്തിന്റെ മകള് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നു ഞാൻ പറഞ്ഞായിരുന്നു. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചായിരുന്നു. ആ പ്രാർത്ഥിച്ച് അരമണിക്കൂറിനുള്ളിൽ ആ ആശുപത്രി വിട്ട് അത് വീട്ടിൽ പോയി. സ്തോത്രം. ആമേൻ. നന്ദി കർത്താവേ. സൗഖ്യമാക്കി ഉറപ്പാക്കി നന്ദി പറയുന്നു യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു ബ്രദർ. കർത്താവ് സഹായിക്കട്ടെ. ആമേൻ. ഹലോ ബ്രദർ. പറഞ്ഞു. രണ്ട് ബ്രസ്റ്റിന് ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥിച്ചപ്പോ അത് രണ്ട് ബ്രസ്റ്റിന്റെ വേദനയും മാറി. ഓ, നന്ദി കർത്താവേ. സൗഖ്യമാക്കി ഉറപ്പാക്കി നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, സ്തോത്രം ബ്രദറെ. പറഞ്ഞോ. ചെക്ക് ചെയ്യണേ. ഇന്നലെ രാത്രി ഒരാലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറ്. പള്ളിയുടെ ഇടതുവശത്ത് കാണുന്ന ഒരു വീടിനെ കുറിച്ച് ഇന്നലെ ആലോചന പറഞ്ഞിട്ടുണ്ടായിരുന്നു ബ്രദറ്. അപ്പൊ അവിടെ ജനുവരി മാസത്തില് ജനിച്ച ഒരു വ്യക്തിയെ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. അത് ഞാനായിരുന്നു. ജനുവരിയില് ഞങ്ങള് പള്ളി കഴിഞ്ഞ് ഇടതുവശത്താണ് ഞങ്ങളുടെ വീട്. ഓ, സ്തോത്രം. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ചപ്പോ ദൈവാത്മ വെളിപ്പെടുത്തിയതുപോലെ ആ പള്ളി കഴിഞ്ഞ് ഇടതുവശത്ത് കാണുന്ന ഭവനം അല്ലേ ദൈവാത്മ ഇടപെട്ടതല്ലേ? അത് ഏറ്റെടുത്തു. സിസ്റ്ററാണ് ജനുവരി മാസം ജനിച്ചത് അല്ലേ? ഞാൻ ജനുവരി 13 ജനിച്ചത്. ഓ ലോർഡ് ജീസസ്. സിസ്റ്റർ, ഞങ്ങൾ ഈ ഭവനം വല്ലതും കണ്ടായിരുന്നു സിസ്റ്ററെ? കാണാൻ വല്ല സാധ്യതയുണ്ടോ? ഇല്ല. കർത്താവ് ഇന്നത് ആ ഭവനത്തെ സ്പെസിഫിക് ആയിട്ട് തൊട്ടിരിക്കുന്നു. പ്രാർത്ഥിച്ചോണം.
ഈ ദിവസങ്ങളിൽ വലിയ വാർത്ത കേൾക്കാൻ വേണ്ടി പോകും ദൈവത്തിൽ നിന്ന് കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദറെ, പറഞ്ഞു. ഫ്രം US ടെക്സാസ് ആണ് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ 5-ാം തീയതി ഞാനൊരു ഫ്രാക്ചറായിട്ട് പാസ്റ്ററിനോട് ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ബ്രദറിനോട് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞ 4 വീക്സ് കഴിഞ്ഞ് ചെക്ക് ചെയ്തപ്പോൾ ഫ്രാക്ചർ എല്ലാം മാറി ദൈവം സൗഖ്യം തന്നു. പ്രത്യേകിച്ച് ഇന്ന് കാലിന് രണ്ടിനും ഭയങ്കര ജോയിന്റ് പെയിൻ ആയിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം എനിക്ക് സൗഖ്യം തന്നു. അതുപോലെ ഇന്നത്തെ പാസ്റ്ററിന്റെ പ്രസംഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. ഞങ്ങളുടെ സിസ്റ്ററിലോ ആണ്, ഞങ്ങൾക്ക് വിരോധമായിട്ട് നിൽക്കുന്ന നാട്ടിലാണ്. ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരുവാണ്. അങ്ങനെ ഞങ്ങള് 3 പേരായിരുന്നു. ഒരാള് ഡോക്ടറായിരുന്നു, മരിച്ചുപോയി. എന്നാൽ ഇപ്പോൾ നാട്ടിൽ സിസ്റ്റർ മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങൾക്ക് ഓപ്പോസിറ്റായിട്ട് ഓരോന്നൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ ഓരോ ദിവസം കഴിയുന്തോറും നമുക്ക് വിരോധമായിട്ട് പ്രശ്നങ്ങൾ അടിക്കടി വന്നുകൊണ്ടിരിക്കുവാണ്. ഈ ദിവസങ്ങളിൽ ലൂക്കോസ് 10:19 പറഞ്ഞോണം, നമുക്കെതിരായി വരുന്ന ഒരു ആയുധവും വലിക്കത്തില്ല. അത് പറഞ്ഞ് പ്രാർത്ഥിച്ചോണേ. വലിയ സാക്ഷ്യം കേൾക്കാൻ വേണ്ടി പോകട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു സിസ്റ്ററെ. ആ, പിന്നെ അന്ന് ചെവിട് കേൾക്കാത്ത പറഞ്ഞിട്ടാണ്. പിന്നെ അത് പൂർണ്ണ സൗഖ്യം കിട്ടി. അപ്പോൾ ഷുഗർ കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഷുഗർ കൂടിയിട്ട് ചെവിട് കേൾക്കാണ്ടായതായിരുന്നു. അപ്പോൾ ഷുഗറിന് ഗുളിക കൊടുക്കാൻ പറ്റുന്നില്ല. ഡോക്ടറെ കാണിച്ചു തരാൻ പറഞ്ഞു ഇൻസുലിൻ ചെയ്യേണ്ടി വരും, എന്നാലേ ഷുഗർ പറയും. ഞാൻ പറഞ്ഞു എനിക്ക് ഇൻസുലിൻ ചെയ്യേണ്ടെന്ന് എന്നിട്ട് പ്രാർത്ഥിച്ചു. യേശുവിന്റെ രോഗത്ത് വെച്ചു, യേശുവിന്റെ ഷുഗർ വെച്ചു, യേശുവിന്റെ അടുപ്പുള്ള എനിക്ക് സൗഖ്യം വന്നിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇന്ന് ഞാൻ ആദ്യം നോക്കുമ്പോൾ 310, ഇന്ന് എന്നിട്ട് ടെസ്റ്റ് ചെയ്തേരം ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ 142 കുറഞ്ഞു. ഓ സിസ്റ്റർ, ഇത് വലിയൊരു സാക്ഷ്യമാണ്. ഷുഗർ നിമിത്തം ചെവി കേൾക്കാതെ പോയതല്ലേ? എന്ന് പറഞ്ഞു. ഓ, ഇത് ഇപ്പൊ സിസ്റ്റർക്ക് ചെവി നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്? ഇപ്പം നന്നായിട്ടില്ല. എന്നാലും ഇയർഫോൺ ഒന്നും വെക്കാൻ പറ്റില്ല. എന്നാലും പിന്നെ അധികം കേൾക്കാൻ പറ്റുന്നില്ല. കേൾക്കാൻ പറ്റുന്നതാണോ കേൾക്കാൻ പറ്റത്തില്ലെന്നാണോ? ഓ, കേൾക്കാൻ പറ്റുന്നതാണോ കേൾക്കാൻ പറ്റത്തില്ലെന്നാണോ? കേൾക്കാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഞാൻ അധികം ക്ലിയർ ഇല്ല. അതായത് നേരത്തെ ഒട്ടും കേൾക്കാൻ പറ്റത്തില്ലായിരുന്നു ചെവി? ഇല്ല. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇതൊരു സാക്ഷ്യമാണ്, വലിയൊരു സാക്ഷ്യം തന്നെയാണ്. കരസ് പറഞ്ഞ പോലെ തീരെ കേൾക്കാൻ പറ്റാതെ പോയതായിരുന്നു. ഡോക്ടർ പറഞ്ഞു ഷുഗർ കാരണം പോയത്. അല്ല, അത് ചെവിട് കേൾക്കുന്നതായിരുന്നു. പക്ഷെ ഷുഗർ കൂടിപ്പോയിട്ട് ഷുഗറും പ്രഷറും ഒപ്പരം കൂടിയിട്ട് വന്നതാണ്. അതായത് ഷുഗറും പ്രഷറും കൂടിയപ്പം ചെവിയുടെ കേൾവി നഷ്ടപ്പെട്ടു പോയി. ഷുഗറും പ്രഷറും വന്നപ്പോൾ കേൾവി നഷ്ടപ്പെട്ടു പോയി. കേട്ടുകൊണ്ടിരുന്ന ചെവിയായിരുന്നു. എന്നാൽ കർത്താവിന്റെ കൃപയാൽ ദൈവം തൊട്ടു. ആ കേൾവി നഷ്ടപ്പെട്ടു പോയ ചെവിയുടെ കേൾവി കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പം ചെറിയ പ്രശ്നമുണ്ട്, പക്ഷെ ആ കേൾവി നഷ്ടപ്പെട്ടു പോയ സ്ഥാനത്ത് ഷുഗർ ഹൈ ആയിരുന്നു. കണ്ടതുപോലെ 500 ഒക്കെ ആയിരുന്നു. പക്ഷേ പ്രിയ സഹോദരി പ്രാർത്ഥിച്ചു, ഇൻസുലിൻ എടുക്കണം ഡോക്ടർ പറഞ്ഞതാണ്. കർത്താവിന്റെ നാമത്തിൽ കൽപ്പിച്ചുകൊണ്ടിരുന്നു. ദൈവം ആ ചെവി തുറന്നു, കേൾക്കാൻ ചെവി തുറന്നു. അതിനുശേഷം ടെസ്റ്റ് ചെയ്തപ്പോഴേക്കും വലിയ അത്ഭുതം. കർത്താവിന്റെ നാമത്തിൽ അക്കൗണ്ട് നേരെ താഴേക്ക് വന്നു. ദൈവം പ്രവർത്തിച്ച അത്ഭുതത്തിന് നന്ദി പറഞ്ഞിട്ട് കൽപ്പിച്ചോണം. പുതിയ ഇൻസുലിൻ സിസ്റ്റം എന്റെ ശരീരത്തിൽ ഉണ്ടായതിന് നന്ദി. കേട്ടോ, കർത്താവ് അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. മെയ് കഴിഞ്ഞ ദിവസം 10th ബ്രദർ യൂട്യൂബിൽ ഒരു പ്രയർ നടത്തിയപ്പോഴത്തേക്കും ഷിബു ജോസും പിന്നെ ഏപ്രിൽ മാസവുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. ഷിബു ജോസിനെ അനുഗ്രഹിക്കുന്നെന്ന് പറഞ്ഞായിരുന്നു. അത് എൻ്റെ ഹസ്ബൻഡും, പിന്നെ ഹസ്ബൻഡ് ജനിച്ചത് ഏപ്രിൽ മാസമാണ്. പിന്നെ ഒരു മോളും ജനിച്ചത് ഏപ്രിലിൽ തന്നെയാണ്. അത് ഞാൻ ഏറ്റെടുത്തു. കർത്താവ് അത് സാക്ഷ്യമാക്കി ദൈവം മാറ്റാൻ വേണ്ടി പോകട്ടോ. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. താങ്ക് യു. എന്തോ ട്രിവാൻഡ്രത്തുനിന്ന് സിന്ധു ആണ്. പറഞ്ഞു. എന്റെ മോനെ വിളിക്കുന്ന UK-ലെ ഗൗതം ഇവിടുന്ന് പഠിക്കാൻ പോകുന്ന സമയം മതി ബ്രദറായിട്ട് ഞങ്ങൾ കണക്ട് ആണ്. അവന്റെ പരീക്ഷയ്ക്ക് ഒരു 2 ദിവസം കിടക്കുമ്പോ അവന്റെ മൈൻഡിലേക്ക്
അവനൊരു ഫിയർ വരികയാണ്. അവന് മൈൻഡ് അങ്ങ് ബ്ലൈൻഡ് ആയിപ്പോയി, പഠിക്കാൻ ഒന്നും പറ്റുന്നില്ല. അവന് മരിക്കുക എന്നുള്ള ഒരു തോട്ട് മാത്രം. കാരണം ഒത്തിരി കടങ്ങൾ എടുത്തോണ്ട് പോയത് കൊണ്ട് അവന് ആ പരീക്ഷ പാസ്സാവാൻ പറ്റൂലെന്നും അത് ഇനി മരിച്ചാലേ പറ്റുള്ളെന്നും അങ്ങനത്തെ ഒരു തോട്ടിലേക്ക് അവൻ പോയി. അവനെ പരീക്ഷയ്ക്ക് അവൻ അറ്റൻഡ് ചെയ്യാൻ തയ്യാറായില്ല. അങ്ങനെ ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. ആ സമയത്ത് അവൻ ബ്രദറിനെ വിളിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, മോനെ, വിശ്വാസത്തിന്റെ വചനങ്ങളാ നമുക്ക് നിഖിൽ ബ്രദർ പറഞ്ഞെന്ന്. ഇവിടെ നമ്മുടെ കർമ്മത്തിൽ ആശ്രയിക്കാതെ വിശ്വാസത്തിൽ നിനക്ക് ജയിക്കാൻ പറ്റും 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 എന്നുള്ളത് പറഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകണമെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ പരീക്ഷ കഴിഞ്ഞു. അതിന്റെ വെയിറ്റിംഗിലായിരുന്നു. 11-ാം തീയതി റിസൾട്ട് വരേണ്ടെന്ന്. ഇന്ന് റിസൾട്ട് വന്നു. അവന് എല്ലാത്തിലും പാസ്സായി ബ്രദർ. ഇത് വലിയൊരു സാക്ഷ്യം മാത്രമല്ല കേട്ടോണേ, പിശാശിന്റെ ഒരു തന്ത്രമാണ്. നോക്കിക്കേ, അവൻ ആ പരീക്ഷ എഴുതുന്ന സമയത്ത് പിശാശ് അവന്റെ മനസ്സിലോട്ട്, ഞാൻ പറഞ്ഞില്ലേ, ഈവിൾ തോട്ട്സ് ആണ് പറഞ്ഞിട്ട് കേട്ടത്. പാഷൻ ആൻഡ് ഡിസയർ നമ്മൾ കേട്ടത്. ഈവിൾ തോട്ട്സ് ഇട്ടു. നിനക്ക് കടവാണ്, നീ നശിക്കും, നീ പരീക്ഷ ജയിക്കത്തില്ല, നീ തോറ്റു പറഞ്ഞ് മരണചിന്ത അവനെ കൊടുത്തു. മരിച്ചാലേ തീരത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മാനസിക ബുദ്ധിമുട്ടിലേക്ക് അവനെ കൊണ്ടുപോകാൻ നോക്കണ്ടോ. അങ്ങനെ കൊണ്ടുപോകാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ സഹോദരി പറഞ്ഞില്ല, വിശ്വാസത്തിന്റെ വചനം പറയാൻ പറഞ്ഞു. സഹോദരി പറഞ്ഞു കൊടുത്ത പ്രകാരം അവൻ പറഞ്ഞു. നോക്കിക്കേ, അവൻ പരീക്ഷ എഴുതി ജയിച്ചു. കണ്ടോ? അപ്പൊ ദൈവത്തിന്റെ പ്ലാൻ ജയമാണ്. പിശാശിന്റെ ആഗ്രഹം ഹൃദയത്തിൽ, ഞാൻ ഈ വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഈവിൾ കമ്പനി കൂടുതൽ പഠിക്കുമ്പോൾ അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ചോണം. നമ്മളിൽ വിതയ്ക്കപ്പെടുന്ന വിത്തുകൾ കേട്ടു പോകരുതേ. വചനം പറഞ്ഞാൽ, സിസ്റ്ററെ പറഞ്ഞോണം, മകൻ ആ രാജ്യത്ത് പഠിക്കാൻ പോയെങ്കിൽ സാഹചര്യം നോക്കിയാൽ ഒരു സാധ്യതയില്ല, പക്ഷെ ആ രാജ്യത്ത് അവൻ ഫലം കായ്ക്കും, നന്മ കിട്ടും. ഇതിന് വിരോധമായിട്ട് ഒന്നും പറയരുതേ. അങ്ങനെ തന്നെ പറഞ്ഞോണം. ആ രാജ്യത്ത് അവന് വേണ്ടി തന്നെ സീറ്റുകളെ ദൈവം തുറക്കും. കേട്ടോ? ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. എനിക്കൊരു സാക്ഷ്യം ഉണ്ടായിരുന്നേ. പറഞ്ഞു. എനിക്ക് നടുവിന്റെ ലെഫ്റ്റ് സൈഡില് നല്ല വേദനയായിരുന്നു 2 ആഴ്ചയായിട്ട്. ഇപ്പൊ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ അതിന് സൗഖ്യം കിട്ടി. നന്ദി കർത്താവ്. ഇപ്പൊ വേദന ഒട്ടുമില്ല. ഇല്ല, വേദനയില്ല. കർത്താവ് അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. യേശുവിനെ തന്നെ. ആമേൻ. അടുത്ത ആള് വേഗത്തിൽ ചെക്ക് ചെയ്തേ. ബ്രദറെ, എന്റെ ഹസ്ബൻഡ് പിന്നെ UK ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ ഡേറ്റ് കിട്ടിയപ്പോ മുതലേ ഞങ്ങൾ യേശുവിന്റെ തിരുമുറവിനാൽ രഞ്ജിത്തടയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിച്ചതിനായി നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എന്റെ മമ്മി 1000 തവണ എഴുതി പ്രാർത്ഥിച്ചു. മിനിഞ്ഞാന്ന് ലൈസൻസ് കിട്ടി. നന്ദി കർത്താവ്. അങ്ങ് തുറന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിന്റെ അധികാരമുള്ള നാമത്തിന്. ഗോഡ് ബ്ലസ് യു. അനേക ഇടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായിട്ട് ആ വാഹനം മൂടട്ടെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ, ഗോഡ് ബ്ലസ് യു. എന്തോ ബ്രദറെ, എന്റെ മോന് ഇതുപോലെ UK ലൈസൻസ് അന്ന് ബ്രദർ ട്രിവാൻഡ്രത്ത് വന്നപ്പോഴും ഞാൻ ആ വിഷയം പറഞ്ഞായിരുന്നു. ഇങ്ങനെ ലൈസൻസിന് വേണ്ടി, പിന്നെ അതുപോലെ തലമുറയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. അതുപോലെ UK അവരുടെ PR കിട്ടുന്ന വിഷയത്തിന് വേണ്ടി. അപ്പം മോള് ഇപ്പം പ്രഗ്നന്റ് ആയ അന്നേരം ബ്രദർ, മക്കളെ യഹോവ നൽകുന്ന ദാനം ഉദരഫലം, അവന്റെ പ്രതിഫലം ഉദരഫലത്തെ നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഇപ്പൊ മോളയ്ക്ക് അരിയാണ്. ഒരു മാസം 8 ആഴ്ചയായി. അതുപോലെ മോന് ലൈസൻസ് ഈ 2 ദിവസത്തിന് മുമ്പ് കിട്ടി. പിന്നെ ഇനി PR-ന്റെ ഒരു പ്രശ്നമുള്ള, അത് 2 കിട്ടി. അതിനായിട്ട് ബ്രദർ 3 വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. ബ്രദർ അവിടെ തന്നെ സ്ഥിരപ്പെടുത്തും, ആ ദേശത്തിലെ നന്മ അനുഭവിക്കുമെന്നും പറഞ്ഞായിരുന്നു. ഈ 3 വിഷയത്തിന് വേണ്ടി ബ്രദർ പ്രാർത്ഥിച്ച് 2 വിഷയം ഉടൻ തന്നെ നടന്ന് PR-ന്റെ വിഷയം അത് അത്ഭുതമാവുന്നു. അതും നടക്കാൻ വേണ്ടി പോട്ടോ. ഗോഡ് ബ്ലസ് യു, ഗോഡ് ബ്ലസ് യു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തേ. പ്രാർത്ഥിച്ചവരെല്ലാം ചെക്ക് ചെയ്തേ. ഹലോ ബ്രദറെ, കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ കൂടെ പറഞ്ഞായിരുന്നു ശരത്തിനെ കാണുന്ന ഒരു സഹോദരനും ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അതിന്റെ എന്തോ കറക്റ്റായിട്ട് കേട്ടില്ല. അത്ര പറയുന്ന കേട്ടുള്ളായിരുന്നു യൂട്യൂബിന് കഴിഞ്ഞ ദിവസം. ശരത്തിനെ കാണുന്നു, അതിന്റെ ശരത്തിന്റെ ഒരു സഹോദരനും ഉള്ളതാണെന്ന് പറഞ്ഞു. അത് പ്രാർത്ഥിച്ചു. ഇനി വീണ്ടും ആ ആലോചന അത് പ്രാർത്ഥിച്ചോണം. കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിന്റെ ഒരു അത്ഭുതം കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ അത് കൂടുതൽ ഈ ദിവസങ്ങളിൽ വീണ്ടും കർത്താവ് ആലോചന മിസ്സായെങ്കിൽ കർത്താവ് വീണ്ടും ഞങ്ങളുടെ ഇടപെടലെന്ന് പ്രാർത്ഥിച്ചോണം കേട്ടോ. കർത്താവ് അടുത്ത് നിങ്ങൾക്ക് വേണ്ടി തുറന്നു വരിക തന്നെ ചെയ്യും. ഗോഡ് ബ്ലസ് യു. ബ്രദർ പ്രാർത്ഥിക്കുന്നതിന് 4 പ്രാവശ്യം മുമ്പ് വരെ ലൈസൻസ് ടെസ്റ്റിന് പോയിട്ട് കിട്ടിയില്ല. പ്രാർത്ഥിച്ചതിന് ശേഷം പോയതായിരുന്നു ബ്രദർ കിട്ടിയത്. നന്ദി കർത്താവ്. അതാണ് ദൈവത്തിന്റെ വലിയ കരുതൽ അവിടെ ഉണ്ട് കേട്ടോ. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സഹോദരങ്ങളെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്തോ ഇതിന് 3-4 വർഷം മുമ്പ് ചേച്ചിയുടെ മോനാണ്. പക്ഷെ 14 നമ്പർ എന്താണെന്ന് എനിക്കറിയില്ല. കേട്ടില്ല സിസ്റ്ററെ. പ്രിൻസ് എന്ന് പറയുന്ന പേര് വെളിപ്പെടുത്തിയായിരുന്നല്ലോ.
നമ്പർ പതിനാലെന്നും പറഞ്ഞ് കാണിച്ചെന്ന് പറഞ്ഞു ഒരു അത്ഭുതം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എന്റെ ചേച്ചിയുടെ മോനാണ്. അത് പ്രാർത്ഥിച്ചോട്ടെ. കർത്താവിന്റെ നാമത്തിൽ അതൊരു സാക്ഷ്യമാക്കി ദൈവം മാറ്റും കേട്ടോ. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ. പറഞ്ഞു. എനിക്ക് ഈ പ്രാർത്ഥന തുടങ്ങിയപ്പോൾ ഭയങ്കര വയറ്റുവേദനയായിരുന്നു. ഇപ്പൊ ആ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ വയറ്റുവേദന പൂർണ്ണമായിട്ട് മാറി. നന്ദി കർത്താവ്. സൗഖ്യമായ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. എനിക്ക് ഹിപ്പിന് വേദനയായിരുന്നു. ഈ പ്രാർത്ഥന കഴിഞ്ഞപ്പോ ഹിപ്പിന്റെ വേദന പൂർണ്ണമായിട്ട് മാറി. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഇപ്പൊ ഒട്ടും വേദനയില്ല. ഓ യേശു അങ്ങ് സൗഖ്യമായ കൃപയ്ക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അടുത്തയാള് ചെക്ക് ചെയ്തേ. മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാക്ഷ്യത്തിനായിട്ട് പറഞ്ഞു. സാക്ഷ്യമുള്ളവർ പറഞ്ഞു. പറഞ്ഞു. എനിക്ക് അത്രയ്ക്ക് പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടാ. ഞാൻ കുറച്ച് അറിയാ അത്രയാ. പിന്നെ ഞാനിപ്പം സാധനം എടുത്തിട്ട് ഒരു 3 കൊല്ലായി. ഇവിടെ മായിൽ തന്നെ സാധനം എടുത്തിട്ട് പള്ളിക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, വരുന്നുണ്ട്. ഇപ്പൊ ഒരു 3 മാസമായിട്ട് എനിക്ക് വല്ലാത്തൊരു കഷ്ടപ്പാടായി. ഫസ്റ്റ് എന്താ എനിക്ക് അറിഞ്ഞൂടാ. ഫസ്റ്റ് എന്റെ മക്കൾക്കും സുഖമില്ല. ഒരു മോന് വണ്ടിയിൽ നിന്ന് താഴെ വീണിട്ട് കാല് പൊട്ടിക്കുന്നത്, കയ്യിലടി. പിന്നെ ഇങ്ങനെയുള്ള കുറെ കഷ്ടപ്പാടുണ്ട് പാസ്റ്റർ. എന്താ എനിക്ക് ഒന്നും തിരിയുന്നില്ല പാസ്റ്റർ. എങ്ങനെയാ പ്രാർത്ഥിക്കണം കൂടി എനിക്ക് അത്രയ്ക്ക് അറിഞ്ഞൂടാ പാസ്റ്റർ. സിസ്റ്റർ ഇന്ന് ബൈബിള് തുറക്കുക. അതിന്റെ അകത്തുനിന്ന് ലൂക്കോസ് ലീഹായുടെ സുവിശേഷം അതിന്റെ 10-ാം അധ്യായത്തിന്റെ വായിക്കാൻ അറിഞ്ഞൂടാ പാസ്റ്റർ. എന്നാൽ ഈ വാക്യങ്ങൾ സിസ്റ്റർ ഏറ്റു പറയണം. കർത്താവെ, ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും. ഈ വാക്യം പറയണം. ഒരനർത്ഥവും എനിക്ക് വരത്തില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. ഈ 2 വചനം എപ്പോഴും പറഞ്ഞോണം. ഒരു ബാധയും ഇനി വരത്തില്ല കേട്ടോ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ ഇതിന്റെ അകത്ത്? പ്രയർ റിക്വസ്റ്റ് അല്ല, സാക്ഷ്യമുള്ളവര്. എന്തോ ബ്രദർ, ഇന്നലെ വെളുപ്പിന് 3 മണിയായപ്പോ ഞാൻ എഴുന്നേറ്റായിരുന്നേ. എഴുന്നേറ്റ് ആൽബിൻ എന്ന് പറഞ്ഞ കൊച്ചിന്റെ അമ്മയെ ഞാൻ വിളിച്ചു. ലീനാന്ന് എന്റെ പേര്. അതിനെ വിളിച്ചിട്ട് ഞാൻ പെട്ടെന്ന് ഈ ഭാഷ പ്രാർത്ഥനയ്ക്ക് അറിയാൻ വേണ്ടി വിളിക്കുന്നത്. അപ്പൊ ഞാൻ എഴുന്നേക്കുമ്പോ അതിനെ വിളിച്ചിട്ട് ഞാൻ ഫോൺ കട്ടാക്കി. മുഖം കഴിയിട്ട് വരാലോ എന്ന് ഓർത്ത് ഞാനിങ്ങ് എഴുന്നേറ്റ് മാറുകയും ഫോൺ കട്ടാക്കിയായിരുന്നു, ഓഫ് ആക്കിയായിരുന്നു. പെട്ടെന്ന് അന്യഭാഷ പ്രാർത്ഥനയാണ് കേൾക്കുന്നത്. ഞാൻ പിന്നെ ഫോൺ ഒന്നും ചെയ്തില്ല, അതേപടി ഇരുന്നങ്ങ് അത് കൂടുമായിരുന്നു. എന്നിട്ട് കഴിഞ്ഞതിന്റെ മുമ്പ് ഞായറാഴ്ച ഇതുപോലെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി. 3 മണിയായപ്പോ ഉറങ്ങിപ്പോയി. 3 മണി കഴിഞ്ഞ് 3 മിനിറ്റ് ആയപ്പോ ബ്രദറിന്റെ പ്രാർത്ഥന കേട്ടോണ്ടാണ് ചാടിയത്. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അത് കർത്താവ് നമ്മളെ പ്രയറിന് വേണ്ടി പിന്നെയും നിർബന്ധിക്കുന്ന സിസ്റ്റർ. അപ്പൊ കൂടുതൽ ഈ ദിവസങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചോണം. പരിശുദ്ധാത്മാവ് നമ്മളെ വലിയ കാര്യത്തിന് വേണ്ടി ഒരുക്കുക കേട്ടോ. എനിക്ക് അന്യഭാഷ ലഭിച്ചിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് അന്യഭാഷ. അപ്പൊ അന്യഭാഷ പ്രാർത്ഥനയിൽ കയറുമ്പോ നമ്മുടെ നാവിൽ അന്യഭാഷകൾ വരുന്നത് പയ്യെ പറഞ്ഞു തുടങ്ങിക്കോണം. അത് കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ അത് ജ്വലിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകും കേട്ടോ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞു. സാക്ഷ്യമുള്ള പറഞ്ഞു. ബ്രദർ, നാളെ എനിക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കാമോ? നമ്മൾ ഓൾറെഡി പ്രാർത്ഥിച്ചു കഴിഞ്ഞ സിസ്റ്റർ. ഇങ്ങനെ പറഞ്ഞോണം, കർത്താവെ, നാളെ എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത് കഴിഞ്ഞതിന് നന്ദി കേട്ടോ. പ്രാർത്ഥിച്ചു കഴിഞ്ഞുകൊണ്ട് നമ്മൾ പിന്നെയും പ്രാർത്ഥിക്കത്തില്ല. അത് അവിശ്വാസത്തിന് പകരം അവിശ്വാസമായിട്ട് മാറും. ധൈര്യമായിട്ട് പൊക്കണം. അത് ലഭിച്ച കൃപയ്ക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടോ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? മറ്റാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ ഇന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞാട്ടെ. വൻ കൃപകളാൽ സ്വർഗം പറയാൻ വേണ്ടിയോ എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവിന്റെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയുന്നു. കർത്താവെ, അങ്ങയുടെ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ലോ. അസാധാരണമായ പ്രവർത്തികൾക്കായി സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കുക.